ഇവിടം വരെ പായ കടന്നു വരുമ്പോ ഇവിടെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഭയങ്കര വില കുറവാണല്ലോ അല്ലെ? ഓ പക്ക ഫുള്ള് തീർന്നു. അപ്പൊ രണ്ട് സൈഡ് ഇതേപോലെ ഗ്ലാസ് മേടിച്ചു. പൊട്ടിയിട്ടല്ലേട്ടാ എന്റെ പൊന്നോ, ഇതിപ്പോ നമ്മളല്ലേ ഓരോരോ ഉള്ളില് ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ പായ ഡീസൽ ടാങ്കിൽ നിന്ന് മുഴുവൻ പോണു. ചോരയൊക്കെ ഉണ്ട്. എല്ലാം പുത്തൻ സാധനങ്ങൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഭാരത് ബെൻസ് എന്നുള്ളത് നമ്മളുടെ ഫുൾ ഇങ്ങനെയാണ് നമ്മളുടെ ഈ സംഭവം വരിക. 35-54 ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി, വലിയ ഗ്യാപ്പ് ഒന്നും വേണമെന്നില്ല. ഗവൺമെന്റ് വണ്ടിയാണല്ലോ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതേ സെയിം സാറ്റലൈറ്റിന്റെ ഉള്ളിൽ കണ്ടു. 7 രൂപ ഒരു സൈഡ് ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റർ. സ്റ്റിയറിംഗ് എയർ ബ്രേക്കിന്റെ സാധനം അവിടെ നിന്ന് മാറി അതിന്റെ ഉണങ്ങി ഉണ്ടാവൂലേ? ഈ സംഭവം നമുക്ക് ഇനി വെക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇക്കയുടെ അവിടെ പണിതിട്ടുള്ള വണ്ടി കേട്ടാ. ഇത് സ്റ്റിക്കർ അടിച്ച വണ്ടിയല്ലത്. ഇനിയിപ്പോ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെയിം സാധനം നമുക്ക് പുറത്തേക്ക് ക്യാബിൻ അടിക്കുന്ന കളർ ഈ സാധനം അടിക്കുക. ഇത് മാത്രം സീറ്റ് ഫ്രണ്ടിലേക്ക് കയറ്റിയതല്ലേ. ഞാൻ ലുലു ആദ്യമായി കണ്ട രാജേഷിന്റെ മുഖമാണ്. ഇത് ഐസ്ക്രീം വണ്ടിയാണ്. ഐസ്ക്രീം ഇതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി. ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് താഴത്തേക്ക് ഇറങ്ങുന്നത് കണ്ടോ. ഈ ഒരു സ്വിച്ച് മേലാണ്. ഇവന്റെ അടുത്ത് 2 മിനിറ്റ് കടം ചോദിച്ചിട്ടാണ് പഴയ കാലത്ത് ഓമിനിയുടെ ഒക്കെ ഡോറ് തുറക്കണം. സെറ്റപ്പ് വണ്ടി കേട്ടോ. മലബാറി ബിരിയാണി പറഞ്ഞു, ഹൈദരാബാദ് ബിരിയാണി പറഞ്ഞു. ഇത് അതിന് പകരം ഇവിടെ ആയതുകൊണ്ട് നമ്മളും ഇതേപോലത്തെ ഒരു ചെറിയ സംഭവമാണ്. എത്ര ഉള്ളൂ കേട്ടോ ഗൈസ്. 2 ജീവനുള്ളതാ. വർക്ക് ചെയ്യണു. ഒരു സാധനം കിടക്കണം. ഗുഡ് മോർണിംഗ് ഗൈസ്. ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിചാരിച്ചത് പറയാൻ മറന്നുപോയി ഗൈസ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വണ്ടിയുടെ സൈഡിലേക്ക് ക്യാബിനും അതുപോലെ ബോഡിയും കൂടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വീണ്ടും 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 ആലോചിച്ചിട്ട് അത് ശരിയാവില്ല എന്ന് എൻ്റെ മനസ്സ് പറയണത്. ഞാൻ കുറേ വീഡിയോസ് ടാർപ്പായ കെട്ടുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടു നോക്കി. അപ്പോൾ നോക്കിയപ്പോഴൊക്കെ അതിൽ കണ്ടമാനം ഗ്യാപ്പ് ഉണ്ടെങ്കിലാണ് കയറും അതുപോലെ പായൊക്കെ കൂടി കിടന്നു വരുള്ളൂ. അതുപോലെ കുറച്ചുകൂടി താഴെ വരെ ഈ സംഭവമൊക്കെ വേണം. അപ്പോൾ ഞാൻ നോക്കി ഇപ്പോൾ ഇവിടെ നമ്മുടെ അരിയങ്ങാടിയിലൊക്കെ ഇഷ്ടം പോലെ ലോറികൾ വരുന്നതാണ് പായ കെട്ടിയിട്ടൊക്കെ. അപ്പോൾ നേരിട്ട് പോയിട്ട് അതെങ്ങനെയാണ് കെട്ടിയേക്കണെന്ന് കാണാലോ എന്ന് വിചാരിച്ചു. അപ്പം ഇത് പറഞ്ഞാൽ നിതയും കൂടി വരാം. മുത്ത് സ്കൂളിൽ പോയിക്കാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ജസ്റ്റ് അതൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇക്കരെ വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ പണി തുടങ്ങി കഴിഞ്ഞിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ പണി ചെയ്തുകൊണ്ടിരിക്കണതിന് കയ്യോടെ കട്ടിയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞ് പെയിൻ്റ് അടിയും കഴിഞ്ഞ് കട്ട് ചെയ്താൽ ചിലപ്പോൾ ബോറാവും. നമ്മൾ ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ ആ സമയത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് കട്ട് ചെയ്താലേ പണി പാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ ഇത്രയ്ക്കല്ലേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. വേറൊരാൾ പറഞ്ഞു തരാണ്ട് തന്നെ എത്ര ഗ്യാപ്പ് വേണം എന്നുള്ള കയർ പായ കിടന്ന് വരാനുള്ളത് അല്ലെങ്കിൽ എത്ര താഴ്ച വരെ വരേണ്ട ഒരു കുറേ വണ്ടികൾ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വന്തം ഐഡിയ കിട്ടുന്നത് കൊണ്ട് തന്നെ അത് നോക്കാൻ വേണ്ടി പോവുക. നല്ല വെയിലെന്ന് പറഞ്ഞാൽ കടും വെയിലാണ്. ഇനിയിപ്പോൾ ഇത് നോക്കി ഓക്കെ ആണെങ്കിൽ ഇക്കാനും വിളിച്ച് പറയണം നേരെ എറണാകുളത്തേക്ക് പോകണം. അപ്പം നിതപ്പോൾ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നിതേനെ കൂടി കൊണ്ടുപോകാൻ വെച്ചു. ഇനി ഭാവി ഡ്രൈവറല്ലേ പായ കെട്ടാനൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. പായ കിട്ടില്ലേ? കല്യാണം കെട്ടിയ പോലെയല്ല പായ കെട്ടില്ലേ. ആ ചേട്ടൻ തന്നെയല്ലേ കെട്ടിയത് എന്ന് ചോദിക്കണ പോലെയല്ല. ചേട്ടൻ തന്നെ കിട്ടൂലേ എന്നൊന്നും ചോദിക്കുന്നത്. എങ്ങനെ ഇതിനും കൊണ്ടൊക്കെ ടൂറ് പോയി ഇനിയിപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അവിടെ വണ്ടികൾ എങ്ങനെയൊക്കെയാണ് ടാർപ്പായ കെട്ടിക്കണമെന്ന് ഒന്ന് നോക്കാം. ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെ കുറച്ച് നാഷണൽ പെർമിറ്റ് ലോറി കിടക്കണ്ടായിരുന്നു, ലോഡ് കയറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളത് നോക്കിയതാണ് സംഭവം. അപ്പോൾ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അത് ലൈലൻഡ് വണ്ടിയാണ്. ലൈലൻഡ് വണ്ടിയുടെ ക്യാബിനും അതുപോലെ തന്നെ ബോഡിയും ഒരുമിച്ചാണ്. സെപ്പറേറ്റ് അല്ല. ഈ 2 വണ്ടികളുടെ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പായ ഇട്ടേക്കണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുന്നില്ല. അത് ഇപ്പുറത്തെ ഒരു വണ്ടിക്കും കിടക്കണ്ട. അതൊക്കെ നോക്കട്ടെ കേട്ടോ. സംഭവം ഈ കിടക്കുന്ന വണ്ടിയുടെ നമ്മൾ നോക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഗ്യാപ്പ് നന്നായിട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ തോന്നണേ. പക്ഷെ അടുത്ത് ചെന്നൊന്ന് നോക്കി നോക്കാം. ഈ വണ്ടിയുടെ പായ കെട്ടിയാണ് ഞാൻ നോക്കിയതാണ് കേട്ടോ. ഈ വണ്ടിയുടെ പായ കെട്ടിയപ്പോൾ സംഭവം ഇത്ര ഗ്യാപ്പ് വേണ്ട, നമുക്കൊരു ചെറിയ ഗ്യാപ്പ് തന്നെ മതി കെട്ടാൻ. പക്ഷെ ഇടണ സമയത്ത് ബുദ്ധിമുട്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇടുമ്പോൾ സംഭവം പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ സംഭവം കിടന്ന് പോകട്ടോ. അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നിലവിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി വണ്ടി ടാർപ്പായ അയച്ചതുകൊണ്ട് അറിയില്ല. അത് പിന്നെ ക്യാബിൻ ടൈപ്പ് അല്ല താനും. അപ്പോൾ ഇത് മാത്രമാണ് ക്യാബിൻ ടൈപ്പ് ഉള്ളൂ. അപ്പോൾ പായ ഇത് ഭംഗിയായിട്ട് കെട്ടിയിട്ടുണ്ട് നിലവിൽ. അയ്യോ ഇത് കൂടുവണ്ടിയാണ്. ഇത് കൂടുവണ്ടിയാ. ഇത് കെട്ടി നോക്കിയിട്ട് കാര്യമില്ല. അവിടെ ഉണ്ട് നോക്കാം. ഇത് നമ്മുടെ തൃശ്ശൂരത്തെ അരിയങ്ങാടിയാണ് ഈ കാണുന്ന 2 ഭാഗവും 5 വിളക്ക് എന്ന് പറയും. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും അധികം എന്താ പറയുക നിറച്ചും വണ്ടികൾ, നാഷണൽ പെർമിറ്റ് ലോറികൾ, സബോള, അരി സാധനങ്ങളൊക്കെ ഇറക്കാൻ, പഞ്ചസാര ഒക്കെ ഇറക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഒരു ഒറ്റ ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ രാവിലെ നേരം വിളിക്കുമ്പോഴേക്കും 8 മണി 9 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഫുള്ള് വണ്ടികളും തിരക്കും ഉണ്ടാവും. അപ്പോൾ വലിയ തിരക്ക് കാണില്ല. അതുകൊണ്ട് അവിടെ വരെ കൂടി ഒന്ന് പോയി നോക്കിയോ.
ഇതാ മാർക്കറ്റിലെ വണ്ടികളൊക്കെ പോയി. ഇനിയിപ്പോ ആകെ രക്ഷയുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിലേക്ക് പോവാ. അത് ഞാനും ഒരു കാര്യം ചെയ്യാം, ഞാൻ കാർ എടുത്തിട്ടേ ഒന്ന് പോയി നോക്കാം. ഈ വെയിലത്ത് ഇനി സ്കൂട്ടറിന് കിടന്ന് കറങ്ങാൻ നിൽക്കണ്ട. അത് തന്നെ എല്ലാം പോയി, തിരിച്ചു പോവാ. രക്ഷയില്ല. ഗായ്സ്, നമ്മൾ ഇവിടെ ഒരു വണ്ടി കിടക്കണ കണ്ടുട്ടോ, നമ്മുടെ ദയയുടെ മുന്നിൽ. അപ്പൊ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. അപ്പൊ നോക്കിയപ്പോ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് സംഭവം ഇത്ര അധികം വേണ്ട. നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞ 1 ഇഞ്ചാണ് നമുക്ക് അവിടെ ഗ്യാപ്പ് നിൽക്കുന്നത്. ആ ഗ്യാപ്പ് മൊത്തം ഇതേപോലെ തന്നെ പായ വലിച്ച് കെട്ടി കഴിയുമ്പോൾ കൂടി വന്നൊരു 4 ഇഞ്ചിന്റെ അത്രയൊക്കെയാണ് ഗ്യാപ്പ് നമുക്ക് ആവശ്യമുള്ളൂ, ഏറ്റവും കൂടിയ. അതുപോലെ അതിന്റെ മോൾ വശം നിൽക്കണുണ്ട്. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇതിന്റെ തട്ടിന്റെ മുകളിലേക്കാണ് അതിന്റെ മോൾ വശം പിടിച്ച് കെട്ടിയിട്ടുള്ളത്. അപ്പൊ അതേപോലെ തട്ടടിക്കണം എന്നുള്ളതാണ് ആൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ തട്ടടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവും. അതേപോലെ ഒരു 4 ഇഞ്ച് 6 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 10-12 ഇഞ്ചാണ് വരുന്നത്. അതൊരു മാക്സിമം ഒരു 4-6 ഇഞ്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ നമുക്ക് സംഭവം അത് വെച്ചാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അതൊന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാം, അതാവും നല്ലത്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. അവിടെ ഒരു വണ്ടി കിടക്കണ്ട്, കൂടുതൽ ലൈലൻഡ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ അത് തന്നെ നമുക്ക് അറിയണില്ല, ലൈലൻഡ് ക്യാബിനും അതുപോലെ തന്നെ ബോഡി ഒരുമിച്ചായ കാരണേ അറിയാൻ പറ്റണില്ല. ഇനിയിപ്പോ എന്തായാലും ബാക്കി പോണ വഴിക്ക് കൂടി നോക്കി മനസ്സിലാക്കാം. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എറണാകുളത്തേക്ക് പോവുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ അത് കട്ട് ചെയ്യിക്കേണ്ട വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ടേക്ക് പോകണം. പിന്നെ അവിടുത്തെ പണിയും കാര്യങ്ങളും എന്തായെന്നുള്ളത് നോക്കണം. അപ്പം ഇനി ഇത് ഒറ്റയ്ക്ക് ഇരുന്നോളേ, ഇതന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ. ഇനി ഇതോട് വരാൻ പറഞ്ഞു, പക്ഷെ മുത്ത് വന്നിട്ട് വേണം ഇതയ്ക്ക് പോരാൻ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് എന്താ പറയുക, പോകാനും പറ്റണില്ല അല്ലേ. ഇതയ്ക്ക് മൂഡ് ഓഫ് ആയി. എന്നാലും ഞാൻ ചേട്ടൻ പോയിട്ട് വിഷമിക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് എറണാകുളത്തേക്ക് പോവാട്ടാ. രാജേഷ് വരണ്ട, അതിൻ്റെ ഇടയ്ക്ക് പറയാൻ പറഞ്ഞില്ല. അത് രാജേഷിന് പരാതി. രാജേഷ് പറഞ്ഞു, ഇന്നാള് പോകുന്നതാണ്, വണ്ടി കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നതാണ്, അതിന് ശേഷം നീ എന്താണ് നീ എന്നെ കൊണ്ടുപോകാത്ത. അപ്പോൾ അത് കാരണം എന്തായാലും എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, വണ്ടി അവിടെ ഒതുക്കി നിട്ടോ, എന്നിട്ട് എൻ്റെ ഒപ്പം പോരെ. ഇന്ന് വെള്ളി കുറേ അടിക്കണ്ടല്ലോ, ആകെ വേണമെന്നൊക്കെ അവി പോകണ്ടേ, എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ അല്ലേ. കുറേ വെള്ളി അടിച്ചില്ലേ ഇവിടെ ഇവിടെ. അപ്പോൾ രാജേഷും കൂടി വരണം. അപ്പോൾ ഞാനും രാജേഷും കൂടിയിട്ടാണ് ഇന്ന് എറണാകുളത്തേക്ക് പോണേ. എന്നിട്ട് രാജേഷിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവൻ്റെ ഐഡിയക്ക് ഇനി വല്ല സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതും കൂടി ചെയ്ത് അടിപൊളിയാക്കാനാണ്. പിന്നെ ബാക്കിൽ ഹുക്ക് വെക്കേണ്ട വരുന്നതാണ് തോന്നണേ. ബോഡിയും അതിന് ഹുക്കില്ല, അടിയിലുള്ള 4 ഹുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പോയപ്പോൾ കുറേ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഹുക്കും കാര്യങ്ങളൊക്കെ വെക്കേണ്ട വരുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പോണ വഴിക്കും കുറച്ച് വണ്ടികളൊക്കെ അങ്ങനെ നിരീക്ഷിച്ചിട്ടാണ് കേട്ടോ പോണത്. നാഷണൽ ലോറികളുടെ എല്ലാ ടാർപ്പായഘട്ടത്തിലും ഇന്ന് ഫുള്ള് നിരീക്ഷിക്കുന്നതായിരിക്കും നമ്മൾ. അപ്പോൾ നമുക്ക് പോവാം. എല്ലാ വണ്ടികളും നോക്കി നോക്കി ഞങ്ങൾ പായിട്ടിട്ടുള്ള വണ്ടികൾ എങ്ങനെയൊക്കെയാന്ന് നോക്കിയിട്ടാണ് പോണത്. ഇതേ കണ്ടു, കറക്റ്റ് ഭാഗത്തിന് കിട്ടി. ഒപ്പം നിർത്തി നോക്കിയാൽ നമുക്കറിയാം. ഇത് ഇക്കയുടെ ഇവിടെ പെടുന്നിട്ടുള്ള വണ്ടി കേട്ടാ. ഇതിൻ്റെയും ആടാ ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി, വലിയ ഗ്യാപ്പൊന്നും വേണമെന്നില്ല. കണ്ടോ, ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി പായ ഫ്രണ്ടിലേക്ക് വലിച്ചിടാൻ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് താഴെ വരെ കിട്ടണടാ, താഴെ വരെ കിട്ടണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ 2 വിജാഗിരി വന്ന കാരണം ഇറങ്ങൂല എന്ന് താഴത്തേക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ വണ്ടിയുടെ കെട്ടിയേക്കണ ഇതനുസരിച്ച് നോക്കുമ്പോൾ അങ്ങനെ വേണം, പക്ഷേ താഴെ വരെ വേണം. പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് മതി, അല്ലാണ്ട് കൂടുതലൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം നമുക്ക്. അവിടെ ചെന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. ആൾക്കാർ പറയുന്നുണ്ട്, നമുക്കിട്ട് മനസ്സിലാവണില്ല. രാജേഷിന് മനസ്സിലായിരുന്നു. രാജേഷ് ടിപ്പറിന്റെ വല്ല കാര്യമൊക്കെ ചോദിച്ചാൽ നമുക്കറിയാലോ. ഇതിപ്പോ ഈ ഒരു സംഭവം ചോദിച്ചിട്ട് ഇന്നലെ നിന്റെ ഏതൊരു കൂട്ടുകാരൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അതായത് ക്യാബിനിന്ന് ആക്കണമെന്നല്ലേ. ഇതെന്താ വണ്ടി തട്ടിയോ? അയ്യോ, വണ്ടി തട്ടിയിട്ട് തവിട്ട് പൊടിയായി. ഈശോ, ഇടിച്ചുണ്ടായാലോ. അയ്യോ, ഗവൺമെന്റ് വണ്ടിയാണല്ലോ. അതേ ഇവിടെ ഇടിച്ചേക്കണേ നിലവില്. അയ്യോ, ഡീസൽ ടാങ്കിന്ന് മുഴുവൻ പോണു, ചോരയൊക്കെ ഉണ്ട്. ഈശ്വരാ, അവിടെ വെച്ചാണ് ഇടിച്ചതാ. അയ്യോ, അതാണ് ബ്ലോക്ക് ആയല്ലേ. ഞാൻ സിഗ്നലായിരിക്കും വിചാരിച്ച അവിടെ. കഴിഞ്ഞ ദിവസം തന്നെ രാജേഷിന്റെ മക്കളുടെ കൂട്ടുകാര് അല്ലേ, 2 പേര് ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരായിരുന്നു കേട്ടോ. അവര് കാളത്തോട് വെച്ചിട്ട് ഇതേപോലെ തന്നെ ബൈക്ക് ഇടിച്ചു മരിച്ചു. ലൈസൻസ് പോലും ഉണ്ടായില്ലായിരുന്നു, കാരണം പ്രായമായിട്ടില്ല. അത് എന്താ അങ്ങനെ വണ്ടി കൊടുക്കണമെന്ന് ഞാൻ ആലോചിക്കണം. ലൈസൻസ് ഒന്നും എടുക്കാണ്ട് പിള്ളേർക്ക് നിങ്ങൾക്ക് കൊടുക്കും. അതേപോലെ കളിക്കുന്ന ചെക്കനടാ എല്ലായിടത്തേക്കും കളിക്കാൻ. മലപ്പുറം, അതേപോലെ
എത്ര സ്ഥലങ്ങളിലും കളിക്കാൻ പോണെന്ന് ഫുട്ബോൾ കളിക്കാനായിട്ട് അല്ലേ? അതുകൊണ്ട് ബൈക്ക് മേടിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഞാൻ പറയണേ എവിടെ പോവാണെങ്കിലും അച്ഛൻ കൊണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? ആളിനെ കൊണ്ടാക്കണത് ഫുള്ള്. പക്ഷെ എങ്ങനെ ഫുള്ള് കൊണ്ടാക്കണത് കളിപ്പിക്കാൻ കൊണ്ടുണ്ടാവും. ആളൊരു ടീം ഉണ്ടാക്കിട്ട് കളിപ്പിക്കാനാണ്. ആൾക്ക് എത്രത്തോളം കപ്പ് വീട്ടിലേക്കുന്നറിയാം. നല്ല ഈ പയ്യന്റെ മരിച്ച പയ്യന്റെ അല്ലേ? നല്ല കളിക്കാനുള്ള കപ്പും അവരെ ഫസ്റ്റ് പ്രൈസ് എന്തോരം അടിച്ചിട്ടിരിക്കണേ. രോഗമില്ലാണ്ടായ പിന്നെ എന്ത് ചെയ്യും? രക്ഷയില്ല. ഇതേപോലെ ഇത് പറയാം, ഇതിപ്പോ ഈ വണ്ടി അടിച്ചിട്ടുള്ള വെറും തട്ടുള്ളൂ കേട്ടോ. വലിയ കനായിട്ടില്ല. എന്തെങ്കിലും ചെറിയ മുട്ടിയിട്ട് ചോരകാനും വന്ന അത്രയ്ക്കേ ഉള്ളൂ. കാറിന്റെ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ഇല്ല. ഓട്ടോറിക്ഷയ്ക്ക് ബാക്കില് ചെറുതായിട്ട് ഡീസൽ ടാങ്ക് ലീക്ക് ആയിട്ടുണ്ട്. അത് തന്നെ. രാജേഷ്, നീ ആദ്യമായിട്ടല്ലേ ഇപ്പൊ വണ്ടി പണിയോടത്തേക്ക് പോണേ? കൊറേ നാളായിട്ട് പോയിട്ടില്ലല്ലോ. ഇനിയിപ്പോ ചെല്ലുമ്പോ നോക്കിയോ നല്ല മാറ്റമായിട്ട്. അതാണ് കൊണ്ടായിട്ടില്ലോ. നിനക്ക് ഞാനില്ലെങ്കിൽ ഇടയ്ക്ക് ബുക്ക് കൂടാ. ഞാൻ പോവാത്ത ദിവസങ്ങളിൽ നിനക്ക് പോയി നോക്കി കൂടെ? ശരിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അകല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. അപ്പൊ പോയി എല്ലാ ദിവസവും പോയി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല പാടുപെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോക്ക് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് പോകുക തന്നെയാണ് എല്ലാ ദിവസവും. ഇന്നിപ്പോ രാജേഷ് മറ്റേ ലുലു കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ലുലുവും കൂടി പോകും. അല്ലേ? പോണ്ടേ? അല്ല, സമയം ഉണ്ടെങ്കിൽ പോക്കൂടെ? അല്ലെങ്കിൽ നീ എന്റെ ഒപ്പം നടന്നിട്ട് ലുലു കാണിച്ചു തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ തല്ലും. അത് പറ്റില്ല. രാജേഷിന് നിന്ന് പറ്റുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ലുലു കാണിക്കും. ലുലു നിങ്ങളെയും കാണിച്ചു തരും അല്ലേ? അതന്നെ. അങ്ങനെ സംഭവം കൂടി ഉണ്ട്. അപ്പൊ ഞങ്ങൾ പായ കെട്ടണ കാര്യങ്ങളും വണ്ടികളും നോക്കി ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാ വണ്ടികളുടെ പല രീതിയിൽ കെട്ടിയേക്കണ കാരണം ഐഡിയ കിട്ടണില്ല. എന്തായാലും ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് അതിന്റെ രീതിയിലൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യന്നെ. ഈ സംഭവം ഓടി തുടങ്ങുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പൊ പോവന്നെ. സെക്യൂരിറ്റി ഉണ്ടെന്നുകൊണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായി പരിപാടികള്? നമ്മുടെ സാധനത്തിന്റെ മുന്നിൽ തന്നെയാണ് നിക്കണത്. എന്റെ ദൈവമേ. മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര സംഭവങ്ങളാണല്ലോ അല്ലെ? ഇത് നമ്മുടെ ഭാരത് ബെൻസിന്റെ മറ്റേ സ്റ്റിയറിംഗ് പോലത്തെ സാധനം അല്ലേ? ഓ, ഇതിനൊക്കെ ഭയങ്കര വില കുറവാണല്ലോ അല്ലെ? ഏതാ വേറെന്തുട്ടാ? ഇത് ഇൻഡിക്കേറ്റർ അല്ലേ? എന്റെ ഒരെണ്ണത്തിനൊക്കെ അപ്പൊ സാധാ ഇപ്പൊ ലൈലന്റിന്റെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ടാറ്റയുടെ ഒരു ഇൻഡിക്കേറ്ററിന് 1000 രൂപ വരുന്ന സ്ഥലത്താണ് നമ്മൾ ഈ 3000 സംതിങ് ഒരെണ്ണത്തിനല്ലേ ഇക്ക? ഒരെണ്ണത്തിന്റെ റേറ്റ് ആണ് പറഞ്ഞ. എന്റെ പൊന്നെ. അപ്പൊ ഇൻഡിക്കേറ്ററിന് മാത്രം 6000 രൂപയുണ്ട് ഹെഡ്ലൈറ്റിന്റെ മുകളിലത്തെ. അമ്മോ, ഗ്ലാസ് അല്ലേ? ഓ, അപ്പൊ രണ്ട് സൈഡ് ഇതേപോലെ ഗ്ലാസ് മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ അത് വേണം. രാജേഷ് വ്യൂ പ്രത്യേകിച്ച് അത്യാവശ്യമുള്ളതാ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ സാധാരണ വിട്ടിട്ട് ഈ സംഭവമൊക്കെ മാറി. അതുപോലെ തന്നെ ഈ പൈപ്പ് സംഭവങ്ങളൊക്കെ പഴയ വണ്ടീന്റെ വ്യത്യാസം എല്ലാ സംഭവങ്ങളും. അതെ, ഇതൊന്നും നമ്മുടെ ഇങ്ങനെ ആയിരുന്നില്ല അല്ലെ? ഈ ടൈപ്പ് ഇതൊക്കെ മാറി അടിപൊളിയാക്കി. ഇത് PS6ന്റെ ഏത്? ഏത് ഗ്ലാസിനൊക്കെ അടക്കാം? അല്ലക്ക എന്ത് ഒറ്റൊരു സെറ്റിനോ? അത് പോരാതെയാവും. കാരണം വെച്ചാൽ ഒരു ഗ്ലാസ്, 2 ഗ്ലാസ്, പൈപ്പ് സെറ്റ്. ഇത് ഇവിടെ ഉണ്ട് വില. ഇതിന്റെ വില എവിടെയാ? തിരിച്ചിട്ട് നോക്കട്ടെ കേട്ടാ. കണ്ണ് കാണണില്ല. വളരെ ചെറിയ എഴുത്താ. രാജേഷ് കണ്ണോടാ? ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ണ് കാണുന്ന ആൾക്കാരുണ്ടാ? വന്നു. അവൻ പറഞ്ഞുതരൂ. പറയടാ. 3000 രൂപ. എന്നാലും കുഴപ്പമില്ല. ഇത് മറ്റേന്റെ ഒക്കെ റേറ്റ് വെച്ച് നോക്കുമ്പോ ലാഭമാണ്. കാരണം മൊത്തല്ലേ, എല്ലാം സെറ്റ് അടക്കല്ലേ അത്? ഒരു സൈഡ് മാത്രം. അപ്പൊ മിററും നമുക്ക് മിററിന് തന്നെ കമ്പനി തന്നെ 1200 രൂപ വലിയ മിറർ. അതെ, മൊത്തം സെറ്റ്. പിന്നെ ഇപ്പൊ നമ്മളെ ആൾക്കാർ ചോദിക്കായിരുന്നു അത് മാറും ഇത് മാറും എന്ന് ചോദിച്ചു. എല്ലാം പുത്തൻ സാധനങ്ങൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇക്കയുടെ അവിടെ വന്ന് പണിയാന്ന് പറഞ്ഞപ്പോ ഇക്ക പറഞ്ഞു ഒരു തല്ലിപ്പൊടി സാധനങ്ങൾ ഇനി ആ വണ്ടിമ കണ്ടുപോകരുത് അല്ലെ? അപ്പൊ നല്ലത്. ഞാനും പറഞ്ഞു നല്ലതായിക്കോട്ടെ. ഇനി നമ്മുടെ ഹെഡ്ലൈറ്റിന് ഡിമ്മിന് എന്താ പറയാ, ഡിമ്മായി പോയിട്ടുണ്ടെങ്കിൽ ആണോ? ഹെഡ്ലൈറ്റും റെഡിയാണ്. ഭാരത് ബെൻസ് എന്നുള്ളത് നമ്മളുടെ ഫുൾ ലെറ്റർ ഇട്ടത്. ഈ സംഭവം മറ്റേ ചെറുതായിരുന്നു നമ്മളുടെ സാധാരണ ഗതിക്ക് വരിക. ഇത് ബോണറ്റുമ്പോ വലിയ സാധനം അല്ലേ? പിന്നെ ഫാൻ ഉണ്ടോ നമ്മുടെ വണ്ടിക്കുള്ളില്?
AC ഉണ്ടെങ്കിലും ഫാൻ വെക്കണം എന്ന് പറഞ്ഞ അപ്പൊ ഒരു AC. പിന്നെ നമ്മളുടെ മറ്റുള്ള സംഭവങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സാധനം നമ്മുടെ സ്റ്റീരിയോയും പിന്നെ സ്റ്റീരിയോ പിന്നെ കവറ് സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ക്യാമറയും കാര്യങ്ങളും അത് തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാമറയും കാര്യങ്ങളും. ആവശ്യം കണ്ടില്ലായിരുന്നു അല്ലെ? ഇതാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സെറ്റ്. കണ്ടോ? ഇപ്പൊ നിനക്ക് ഉള്ളിൽ കയറിയിരുന്നത് ഈ വക എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതൊക്കെ നിനക്ക് വായിച്ച് മനസ്സിലാവുക വല്ലതും? അവിടെ ഇവിടെ പിടിച്ച് നെക്കി നാശാക്കോ നീ? അതൊക്കെ നാശാക്കാറുണ്ട്. ഇത് അതിന്റെ പെട്ടി. പിന്നെ ഇത് നിനക്ക് റിവേഴ്സ് ക്യാമറ. ഇനി നീ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലതേ. ഇവിടെ ക്യാമറയാണ്, കണ്ടില്ലേ? ഈ സ്ക്രീനിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലവരും വരണമെങ്കിൽ നിനക്ക് അപ്പനെ അറിയാൻ പറ്റും. മനസ്സിലായ? ഇക്കോട് താങ്ക്സ് പറയും. ഇതൊക്കെ ഇക്കതിന്റെ ആള് എന്നോട് ബലമായിട്ട് ഇതൊക്കെ വേണമെന്ന്, ഇല്ലെങ്കിൽ വണ്ടി ഇവിടെ പണിയാൻ കയറ്റില്ലെന്ന് പറഞ്ഞു. കാരണം ഇക്കോട് ഞാൻ ഇക്കോട് ഞാനേ ചോദിച്ചു ഇതൊക്കെ വേണക്കാ. അപ്പൊ ഇക്ക പറഞ്ഞു ഇതൊന്നും ഇല്ലാണ്ട് നീ വഴിക്ക് വരുന്ന പ്രതീക്ഷ വേഗം വിട്ടോളാൻ പറഞ്ഞു. അപ്പൊ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. രാജേഷായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. അവിടെ എറണാകുളത്ത് ഒരു ചേട്ടനല്ലോ, ആള് നന്നായിട്ട് ചെയ്യലോ, അങ്ങോട്ട് പോട്ടെ വണ്ടിന്ന്. നോക്കിയേ ഇവിടെ അതുപോലെ തന്നെ ഭാരത് ബെൻസിന്റെ ഇഷ്ടംപോലെ എംബളങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സംഭവമൊക്കെ നമ്മുടെ വണ്ടിക്ക് ഉള്ളത് അത് ഇക്ക മറ്റേ വലിയതല്ലേ, നമ്മളുടെ ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ലിന്റെ ഫ്രണ്ടിൽ വരുന്ന മറ്റേ എംബ്ലം അത് വരുള്ളൂ അല്ലെ? പിന്നെ നമ്മളുടെ സീറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ സീറ്റിന്റെ വർക്കും കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നു. ഫുള്ള് കഴിഞ്ഞു. ഇനി അടിയിൽ പെയിന്റ് അടിക്കാൻ മാത്രമേ ഉള്ളൂ അല്ലെ? അന്ന് പെയിന്റ് അടിക്കാനുള്ളൂ. പിന്നെ നമ്മളുടെ നമ്പർ പ്ലേറ്റ് ഇതേ ഇവിടെ വന്നിരിക്കുന്നു. നമ്മുടെ AZ 3554. വണ്ടി ഇറങ്ങിയില്ലെങ്കിൽ സാധനങ്ങൾ മൊത്തം ആവട്ടേക്കാ. അതൊന്നും നോക്കിട്ട് കാര്യമില്ല. അത് തന്നെയല്ല, നമ്പർ പ്ലേറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ വണ്ടിയുടെ പകുതി ഐശ്വര്യായി എന്ന് പറയില്ലേ അല്ലെ? നമ്പർ പ്ലേറ്റ് മാറി നല്ലൊരു പഞ്ചിങ് നമ്പർ പ്ലേറ്റ്, അത് കാണുമ്പോ തന്നെ ഒരു ഭംഗിയായി. പിന്നെ അതിന്റെ ഉള്ളിൽ ഞാൻ വേറൊരു സാധനം കൂടി കണ്ടു വെക്കാം. അതായത് അത് എന്തുട്ടായിരുന്നു ഇത്? ഇങ്ങനെ കുറെ നെറ്റ് പോലത്തെ ഒരു സാധനമൊക്കെ ഇങ്ങനെയൊക്കെ. ഇത് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ബമ്പറിൽ വരുന്നതാ. ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ ഇതില്ല. ഇല്ല. അപ്പൊ ഇത് നമ്മൾ ഇനി ബമ്പറിന് ഫിക്സ് ചെയ്യണം അല്ലേ? ഏത് ഇതിന്റെ കളറാ? അത് ഇക്കയ്ക്ക് വിട്ടു തന്നേക്ക. ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചേക്കുന്ന നല്ലത്. ഏതാണ് ലുക്ക് ബേസ്? എല്ലാം നമ്മള് സിൽവർ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കത് ഭയങ്കര ഒരു മേളിൽ സൺഷെയ്ഡ് ബ്ലാക്ക് വരുമ്പോഴേ അടിയിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് എന്തെങ്കിലും വേണം. ബ്ലാക്ക് ആയിക്കോട്ടെ, ഇക്കയുടെ ഇഷ്ടത്തിന് അതെങ്ങനെ വെച്ചാൽ ചെയ്തു, കുഴപ്പമില്ല. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ആൾക്കാരുടെ കമന്റ് ഉണ്ടായിരുന്നു, നമ്മുടെ പായ അതിലെ സെറ്റ് ആവും. എല്ലാവരും പറയണം അത് നിങ്ങള് ആ പരിപാടി ഉപേക്ഷിച്ചു അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതേപോലെ ഗുഡ്സ് വണ്ടിക്ക് നമ്മളും ചെയ്യണത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മള് വലിയ മീൻ വണ്ടി അതേപോലെ തന്നെ വലിയ ഇവന്റ് മാനേജ്മെന്റ് വലിയ കണ്ടെയ്നർ വണ്ടികൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ പായ്ക്ക് ഇപ്പൊ പ്രതീക്ഷ ഭായി എന്ന് പറയുമ്പോൾ നമുക്ക് 4 ഇഞ്ച് ഗ്യാപ്പ് ആക്കണം, കട്ട് ചെയ്യണം. അപ്പൊ ഞാനാണെങ്കിൽ ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ലേ കുറെ സ്ഥലങ്ങളിൽ പോയി നോക്കിയത് കൊണ്ട് തന്നെ എനിക്കും കാര്യങ്ങൾ മനസ്സിലായി. ആൾക്കാർ പറയുന്നേക്കാളും കൂടുതൽ നമ്മൾ പോയി കണ്ടാൽ നമുക്കറിയാലോ. അപ്പൊ അത് പോയി നോക്കാം. അപ്പൊ നിലവിലിപ്പോ നമ്മളുടെ ഇനിയിപ്പോ ഇപ്പൊ നിലവിലിപ്പോ നമ്മളുടെ ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, മറ്റെന്താ പറയാ മിററുകള്, ബമ്പറുമുള്ള സാധനങ്ങള്, പിന്നെ ലെറ്ററിങ്, പിന്നെ സീറ്റായി, പിന്നെ നമ്പർ പ്ലേറ്റ് ആയി, പിന്നെ മറ്റേ ഗ്ലാസ് കണ്ടില്ലല്ലോ ഇക്ക? നമുക്ക് മറ്റേ ഇത് വെക്കണ്ടോ? നമ്മള് മോളിൽ നിന്നുള്ള വേറൊരു ഗ്ലാസിന്റെ കാര്യം, കോർണർ, അത് നമുക്ക് വെക്കാൻ പറ്റില്ല അല്ലെ? ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൺഷെയ്ഡ് ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അതുമേന്നൊരു നമ്മുടെ മിറർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ആ മിറർ നമ്മള് ശരിക്കും പറഞ്ഞു സൂട്ട് ആക്കാൻ പറ്റൂല്ലേ എന്നുള്ളത് കാണിച്ചു തരാം. ആ ഒരു മിറർ നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് അതിങ്ങനെ ഒന്ന് നിക്കണത്തിൽ വെച്ചു കൊടുത്താൽ ആ വണ്ടിക്ക് അങ്ങനെയാണ് നമ്മളെ ഫോട്ടോ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ? ഞാൻ ഇതിൽ മിറർ കാണാതെ ഇനിയിപ്പോ അത് വേണോ വേണ്ടേ എന്നുള്ളത് അറിയില്ല. രാജേഷ് നമ്പർ പ്ലേറ്റ് ഒക്കെ കണ്ടോ? ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോകട്ടാ. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മള് ഇന്നും വന്ന് ബാക്കി വണ്ടികളുടെ പണിയും കാര്യങ്ങളൊക്കെ നോക്കി നോക്കട്ടെ. ഈ ഒരു സംഭവം വർക്ക് ചെയ്യണ കാര്യം ഇവിടെ എപ്പോഴും ഫുൾ സൗണ്ട് ആയിരിക്കും കേട്ടോ. നമ്മളുടെ വീഡിയോ കേൾക്കുമ്പോൾ ആൾക്കാർ ശബ്ദം കറക്റ്റ് അല്ല എന്ന് പറയേണ്ട മെയിൻ കാരണം കംപ്രസർ 24 മണിക്കൂർ ഓണാണ്. ആ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നല്ല. അതെ, ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തട്ടുകട സെറ്റപ്പിന് വേണ്ടിയിട്ടും ഐസ്ക്രീമിന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടും ഉള്ള വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പണി ഇത് ഇവിടെ തുടങ്ങിയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ കിടക്കും.
തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് ഐസ്ക്രീം വണ്ടിയാണ്, ഐസ്ക്രീം സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടി. പിന്നെ ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഇത് നിലവില് ഇത് തട്ടുകടയാന്ന് തോന്നുന്നു. ഇതും കട്ട് ചെയ്യാനുള്ള വണ്ടി തന്നെയാണ് കേട്ടോ. ഉൾവശം ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ പോലെ ആക്കാളാ. ഇതിൻ്റെ ഒന്നും പണികൾ കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറെ വണ്ടികൾ കിടക്കണം, കാരണം എല്ലാം തീരണം ഇല്ല കേട്ടോ. നമ്മളുടെ മറ്റേ ബസ്സൊക്കെ ദേ ഇവിടെ കിടക്കണ്ട്, അതുപോലെ എല്ലാ വണ്ടികളും കിടക്കണ്ട്. ഇക്ക എവിടേക്ക് അതിൻ്റെ ഇടയ്ക്ക് പോയി ഇക്കേനും കൂട്ടി പോയില്ലെങ്കിൽ കാര്യമില്ല. ഇക്ക പറയുന്ന ഐഡിയകൾ മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇക്കേനും കൂട്ടി പോയിട്ടേ കാര്യമുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോയി എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ദേ ട്രാവലറിന്റെ ഉള്ളില് വരുന്ന ബെർത്ത് നോക്കി പണിത് വെച്ചേക്കണേ. ഇത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാ പരിപാടിയും കഴിയുമ്പോൾ എടുത്ത് വണ്ടിയുടെ ഉള്ളിലേക്ക് വെക്കേ വേണ്ടു. വേണ്ട പോവാ ഇക്ക. ഇത് പണി തീരാറായി ഈ വണ്ടി. ഇത് അല്ല ഇക്ക, ഞാൻ ഉദ്ദേശിച്ച കണ്ടോ, ഇതേപോലെ നമ്മുടെ ഈ കളറല്ല, നമ്മളുടെ ഈ ക്യാബിന് അടിക്കുന്ന കളർ ഈ സാധനം അടിക്കും. ഇത് മാത്രം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പെട്ടിയുടെ കളറ് മതി, പ്രശ്നമില്ലാന്ന്. അപ്പൊ ആ ഒരു ക്യാബിന്റെ കളർ, അതായത് എന്താ പറയാ, അത് നമുക്ക് ഒരു ഭംഗിയുള്ള ഒരു സംഭവമാക്കി എടുക്കണം. ക്ലിയർ അടിക്കാന്നല്ലേ. അപ്പൊ തിളങ്ങി നിന്നോളൂ അല്ലേ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഇത് ട്രിവാൻഡ്രത്തുള്ള ടീമിന്റെ വണ്ടിയാണ്. വന്നിട്ട് ഇപ്പോൾ ഒരു മാസം എടുത്തേ, കാരണം വെച്ചാൽ അവർക്കൊരു ലൈസൻസുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ വണ്ടി ഇന്നാളെ അവർ കൊണ്ടുപോകണം. എല്ലാ പണിയും അല്ല, ഇത് പുത്തൻ വണ്ടിയാണോ? പുത്തൻ വണ്ടി പണി വെച്ച് കൊണ്ടുപോകണതാണ് അല്ലേ. CCTV ക്യാമറ, എല്ലാ സാധനങ്ങളും. CCTV വൈഫൈയുടെ ആണ് റോട്ടർ വെച്ചിട്ട് നമ്മുടെ മറ്റേ സിം ഇതിന്റെ അല്ല അല്ലെ. ഓക്കെ. പവർ വിൻഡോ ഒക്കെ ചെയ്ത് കൊടുത്തു. പവർ വിൻഡോ കൂടെ ചെയ്യണ്ടേ? അതെ, അതെങ്ങനെയാ ഭാരത് ബെൻസിനൊക്കെ പവർ വിൻഡോ ചെയ്യണമെങ്കിൽ എത്ര രൂപ? ഒരു രണ്ടും കൂടി 2 ഡോർ ഞാൻ 13,500. അത് സക്സസ് ആണോ പരിപാടി? കുഴപ്പമൊന്നുമില്ല. അതെ, കമ്പനി വരുമ്പോ പവർ വിൻഡോ ഉണ്ടോ വല്ല വണ്ടിക്കും? ഇല്ല. പുതിയ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. ഇതിന്റെ അതേപോലെ കോർണർ മിറർ വന്നേക്കണ മോളിന്നല്ല, സൈഡിന്നാ. ഈ ഒരു ടൈപ്പ് വെക്കാൻ പറ്റുമെന്നല്ലേ. അതെ അല്ലെ. നോക്കാം. ഇതപ്പോ പുത്തൻ വണ്ടി പണി കഴിഞ്ഞ് ഇറങ്ങുവാണ്. അമ്മ വീൽ കപ്പ് അടിപൊളി ഉണ്ടിട്ടൊക്കെ സൂപ്പറായിട്ടുണ്ട്. വീൽ കപ്പൊക്കെ ഇങ്ങനെ തിളങ്ങുവാണ്, അടിപൊളിയായിട്ടുണ്ട് ഫുള്ളേ. സൂപ്പറായിട്ടുണ്ട്. ഇല്ല, പക്ഷെ ഐഷർ കണ്ടു കഴിഞ്ഞാൽ ഭാരത് ബെൻസിനെക്കാളും കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അടിപൊളിയാക്കിയിട്ടുണ്ട്. ആ സൈഡിലെ മറ്റേ അവിടുത്തെ സ്റ്റിക്കറൊക്കെ ഇല്ലേ, എന്താ പറയാ, ആ കോട്ടർ ഗ്ലാസ് പോലത്തെ സ്റ്റിക്കറൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇഷ്ടമായി എനിക്ക്. വണ്ടി സൂപ്പറാ. ആണോ? പിന്നെ വേറൊരു നമുക്ക് കമന്റിൽ കൂടെ വരുന്ന സംഭവം കേട്ടോ. അത് വേണോ വേണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല. അതായത് ഈ ബാക്ക് ബോഡിയിലേക്ക അപ്പൊ ഇക്കതെ അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പറയാം. ഇവിടെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് പ്രതീഷ് ഭായി. നമുക്ക് ഒരു പണി 4-5 ഇഞ്ച് 4 ആക്കിയാലോ മതി. ടർപ്പായ വരുമ്പോ അടഞ്ഞങ്ങനെ പൊക്കോളൂ. ആ ഗ്യാപ്പ് കാണില്ലല്ലോ, അതിന്റെ ഉള്ളിൽ ടർപ്പായ ഓൾറെഡി വരുവാണല്ലോ. ടോട്ടല് 4 ഇഞ്ച് അങ്ങനെ മതിയാവൂലേ? 4 ഇഞ്ച് മതി. ഇതിലൊരു ഇഞ്ച് ഉണ്ടല്ലോ, അപ്പൊ മൊത്തം 5 ഇഞ്ച് ഗ്യാപ്പായില്ലേ? ഇഷ്ടം പോലെ ഗ്യാപ്പായി. പിന്നെ പായയുടെ ഒരു പ്രശ്നം അവിടെ ഉദിക്കാനില്ല. ഇവിടം വരെ പായ കടന്നു വന്നാൽ മതിയല്ലോ. ഇവിടം വരെ പായ കടന്നു വരുമ്പോ ഇവിടം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു 4, 1, 2, 3 ഇഞ്ച് കിട്ടിയാലും മതി. 3 ഇഞ്ച് കിട്ടിയാലും ഇഷ്ടം പോലെ. 3 ഇഞ്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കയറ്റി കഴിഞ്ഞാൽ പെയിന്റ് അടിക്കണേക്കാളും മുന്നേ ആണെങ്കിലേ പ്രശ്നമില്ല. അപ്പൊ പിന്നെ ഓക്കെയാണ്. टोटल 4 इंच का वो गैप सेट करेगा. वो स्क्वायर ट्यूब है ना, गैप जास्ती है. प्रॉब्लम नहीं नहीं तो टारपाई नहीं डालेगा. टारपाई नहीं डालेगा അല്ല വായിടാൻ പറ്റില്ല. ഹിന്ദി അത് തന്നെ, നമ്മുടെ ഹിന്ദി അങ്ങനെ ആയി. അപ്പൊ 2 സൈഡും അങ്ങനെ തുടച്ചോളാൻ പറഞ്ഞു. എന്റെ പൊന്നോ, ഇതിപ്പോ നമ്മളല്ലേ ഓരോരോ ചെയ്തു. അതെ അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ ഇത് കഴിഞ്ഞത് അല്ലേ നിലവില്. പാക്ക ഫുള്ള് തീർന്നു കേട്ടോ നമ്മുടെ. ഇത് നേരെ ഒരു വണ്ടി വന്നാല് നേരെ എടുത്ത് മേളിലേക്ക് വെച്ച് കാര്യമില്ല, 2 ക്ലാമ്പ് വെച്ചിട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം പരിപാടി കഴിഞ്ഞു. എടുത്ത് കമക്കി വെച്ചാൽ മതി. അതായത് നമ്മുടെ ഇപ്പൊ ഈ ട്രാവലറിന്റെ മുകളിലത്തെ തൊപ്പി പോലെ അതേ സെയിം ഭാരത് ബെൻസ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതേ സെയിം സാധനം കണ്ട് ഇക്ക വെച്ച് വരും. അതിനുള്ള മോൾഡാണ് എടുക്കാൻ പോണേ. ഇത് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റും, ഇതിന് വേറെ മോൾഡ് എടുത്ത് ഇവിടെ വെക്കും അല്ലേ, നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും.
അപ്പൊ ഈ സംഭവം ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആരെങ്കിലും വേണമെങ്കിൽ നമ്മളുടെ ട്രാവൽ ബ്രോസ് വണ്ടിമേൽ വെച്ച സാധനം എന്ന് പറഞ്ഞാൽ ഇക്ക അപ്പൊ തന്നെ ഈ സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതിന്റെ പേര് നമ്മുടെ ഈ ബഡ്ജറ്റിന്റെ വണ്ടിക്ക് ബാക്ക് വണ്ടിക്ക് നമ്മളൊരു വീൽ കപ്പ് ഇട്ടായിരുന്നു. അത് അവരുടെ വണ്ടിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അതിന്റെ പേര് ഈ ബുൾജെറ്റ് എന്നാക്കിയാൽ ആര് വിളിച്ചു കഴിഞ്ഞാൽ ഈ ബുൾജെറ്റ് ആണെന്നില്ല അങ്ങനെ ഇത് ട്രാവൽ ബ്രോസ്. ട്രാവൽ ബ്രോസ് വണ്ടിക്ക് വെച്ച പോലത്തെ സാധനം അല്ലെ? ട്രാവൽ വണ്ടിക്ക് വെച്ചതാണ് ട്രാവൽ ബ്രോസ്. ഓരോ സാധനത്തിന് ഓരോ മോഡലാണ്. ക്രാഷ് കാർഡ്, ഫ്യൂഷൻ എന്ന കുറെ കമ്പനി പോലെ ഇത് ട്രാവൽ ബ്രോസ്. ഈശോ ഓരോരോ ഐഡിയകളല്ലേ. അപ്പൊ DC പോലെയാണ് ടൈക്കട വരെ പരിപാടി. നോക്കിയേ ഫുള്ള് ക്ലീൻ ആയി. ഇനിയിപ്പോ ഈ സാധനം ഇവിടുത്തെ വർക്ക് കഴിഞ്ഞാൽ നേരെ എടുത്ത് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതായിട്ട് ജോയിന്റ് ആയി ഒറ്റടിക്ക് സെറ്റപ്പ് ആയി. പിന്നെ ക്യാബിനായിട്ട് ഒരയും എന്നൊക്കെ കുറെ കമന്റ് ഒക്കെ കണ്ടു. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് മറ്റേ ഇതിടില്ലേ, ബീഡിങ് ഇടും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മളെ ബീഡിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇതുള്ളതൊക്കെ അത് തന്നെ. അപ്പൊ കുറെ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ അപ്പോഴാണ് അറിയുള്ളൂ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഓൾറെഡി ചെയ്യുമ്പോ ഇല്ല എല്ലാം 100% പക്കി ആവില്ല. അതെന്തായാലും നമ്മൾ വ്യത്യാസം വരുന്നതാണല്ലോ. അത് തന്നെ വൃത്തി ഉണ്ടാവില്ല. അപ്പൊ അത് വൃത്തികേടാവും. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. ചെയ്ത പണിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ ഇക്കോട് പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞിക്ക. ഇത് കണ്ടോ ഈ ഹെഡ്ലൈറ്റിന്റെ ഹെഡ്ലൈറ്റിന്റെ ഉള്ളില് കണ്ടോ ഹെഡ്ലൈറ്റിന്റെ. അതെ ഈ ഹെഡ്ലൈറ്റ് അല്ല ഇക്ക മാസ്ക് ചെയ്തോട്ടെ. എന്തെങ്കിലും ബൈ ചാൻസ് പൊട്ടി പോവാണെങ്കിൽ അത് തന്നെ നമുക്ക് എന്താ പറയാ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാലോ. ആ സമയത്ത് പുതിയ തപ്പി നടക്കണ്ട. കാശില്ലാത്ത സമയം ആ സമയം. ഇതാണ് ലൈക്ക പറഞ്ഞ ഈ സംഭവം ഇവിടെ വെക്കാൻ പോണത് നമ്മള് അവിടെ. അതാണ് ഈ വണ്ടിക്ക് ഇല്ലാത്ത അല്ലേ? പിന്നെ നമ്പർ പ്ലേറ്റ് ആണ് ഈ നീളത്തിൽ ഇങ്ങനെ വരികയും ചെയ്യും അവിടെ. ഓക്കെ. ഈ ഹെഡ്ലൈറ്റ് ഒന്നും വലിയ കുഴപ്പമില്ല കണ്ടോ? അതെ. അപ്പൊ എന്തായാലും മാറ്റം എനിക്ക് അതുകൂടി മാറ്റാം. ഇപ്പൊ ഇൻഡിക്കേറ്ററിന് 3 സംതിങ് എന്ന് പറയുമ്പോ ഇനിയിപ്പോ ഹെഡ്ലൈറ്റിന് എത്രയാവും? അപ്പൊ 3 6 7 രൂപ ഒരു സൈഡ് ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും കൂടി മാത്രം വേണം അല്ലേ? പക്ഷേ കേക്കണ്ട നീ ഇത് വല്ലതും 7000 റുപ്യയുടെ മുതലാന്ന്. കണ്ടില്ലേ? ബെൻസാണ്. എന്റെ മറ്റേ ട്രൗസർ കീറിയിട്ടാ നിക്കണേ. ഇക്ക ഓരോ ദിവസം വരുമ്പോ പുതിയ ഐഡിയ പറഞ്ഞ് എന്തായാലും ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ ചെന്നിട്ട് നിക്കണേന്ന് അറിയോ നിനക്ക് വല്ലതും? നീ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരുന്നായിരുന്നു. അത് വരുമ്പോഴത്തേക്കും തന്നെ അടിപൊളിയാവുന്നല്ലേ? കേരളത്തിൽ ഒരു വണ്ടി ഈ ഒരു മോഡൽ ഇല്ല പുതിയതായിട്ട് നമ്മൾ പല വണ്ടിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഷേപ്പ് ഇല്ലാത്തതുണ്ടല്ലോ. അതെ ഇത് പെർഫെക്റ്റ് കറക്റ്റ് ഇതുമ്പോ തന്നെ വരുന്നതാന്നുള്ള തോന്നലല്ലേ ഇക്ക? അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഭാരത് ബെൻസിന് ഇങ്ങനത്തെ ഹെഡ്ലൈറ്റ് വന്നായിരുന്നില്ലേ? അതായത് ഇതേപോലെ 2 റൗണ്ടും പിന്നെ ഇങ്ങനെ ഒരു DRL അതാക്കാനാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ആ സാധനം ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിക്ക് ആ സാധനം അല്ലല്ലോ വരുന്നത്. അല്ലേ? കാരണം എന്താ വെച്ച് അത് എപ്പോഴും കംപ്ലൈന്റ് ആണ്. ഇപ്പൊ ഏത് ഭാരതീയർ കമന്റ് കാണുന്നുണ്ടല്ലോ വെള്ളം കയറാനല്ലോ. അത് തന്നെയല്ല ആ സംഭവത്തിന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കണ്ടു ഒരു വണ്ടി വരുമ്പോ വെറുതെ ഇത് കത്തും കിടുകയൊക്കെ ചെയ്തിട്ട് ആകെ ഇങ്ങനെ എന്താ പറയാ LED കറക്റ്റ് അല്ലാണ്ട് മറ്റേന്ന് പറഞ്ഞ കുറെ ചെറിയ സ്ട്രിപ്പ് അല്ലേ ഉള്ളൂ. ഒരു വൈറ്റ് മാത്രമേ കത്തിക്കോളൂ. അത് കാരണം അതിന് പ്രശ്നം ഉണ്ടാവില്ല വലിയ കാര്യമായിട്ട്. ഓക്കെ. അപ്പൊ അതല്ലേ അത് മതി. ഇനി ആ സാധനം ലാസ്റ്റിംഗ് ഇല്ലാത്ത സാധനങ്ങൾ മേടിച്ചു വെച്ചിട്ട് വെറുതെ ഉണ്ടപ്പൊരി ആക്കിയിട്ട് കാര്യമില്ലാന്ന്. അപ്പൊ നിലവില് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ നമ്മളുടെ ഈ സ്ക്രൂ ചെയ്തിട്ടുള്ള ഓട്ടകൾ അടയ്ക്കും. അപ്പൊ ഇനി ഉള്ളിലേക്ക് വെള്ളത്തിന്റെ ഒരു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആ ഹോളുകളെല്ലാം അവര് അടച്ചോളൂ. ഫൈബറിന്റെ പുട്ടിട്ട് അവർ അടച്ചിറങ്ങി തേച്ച് പെയിന്റ് അടിക്കുള്ളൂ. പിന്നെ ഇക്ക നമ്മുടെ ഹാൻഡിൽ മേടിക്കാൻ മറക്കണ്ട. അടുത്ത ദിവസം പോകുമ്പോ ഒരു ഹാൻഡിലാണ് ഇനി ബാലൻസ് ഉള്ളത്. ഞാനും മറന്നു. പിന്നെ വേറെ ഒരു സാധനക്കടി ഉണ്ട് മനസ്സിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു സാധനക്കടി അതേ പറഞ്ഞുതരാം. ഇവിടെ ഒരു സംഭവം ഉണ്ട്. അതായത് ഇത് കണ്ടോ അതൊരു ഗ്യാപ്പ് കണ്ടോ അവിടെ? അവിടെ ഒരു കവർ അത് ആ സൈഡിലുണ്ട്. ഈ സൈഡിലെ പ്ലാസ്റ്റിക്കിന്റെ കവർ ഇല്ല. അത് കിട്ടിയില്ലെങ്കിൽ ഇക്ക എന്താ വെച്ചാൽ വേറെ വല്ല വണ്ടിയുടെ മോൾഡ് എടുത്തിട്ട് എനിക്ക് മോൾഡ് എടുക്കല് നടപടിയാവൂല. നോക്കട്ടെ നമുക്കേ മനസ്സിലായില്ലേ? ഈ ഗ്യാപ്പിൽ വന്ന സാധനം അത് തന്നെ. അപ്പുറത്തെ സൈഡ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡ് അത് പോയി കിടക്കണു, എവിടെയും കണ്ടില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗിന്റെ ഈ ഇതില്ലേ ഈ സംഭവത്തുമ്പോ നമ്മൾ സ്റ്റിയറിംഗ് കവർ ഇടുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിമൊക്കെ പെയിന്റ് അടിച്ചു വിടും. മൊത്തൊറ്റ പെയിന്റ് സ്റ്റിയറിംഗ് അടിക്കണം. ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ ഈ ഒരു ബ്ലാക്ക് സാധനം ഇല്ലേ, ഈ ഒരു ബ്ലാക്ക് സാധനം എങ്ങനെ അടിച്ചാലും നിൽക്കൂലിക്കുന്നൊക്കെ മുരി പോലെ അതെ
അതെന്തായാലും നമ്മൾ ഡാഷ്ബോർഡ് അടിക്കുമ്പോ ആ സാധനം ഞാൻ പറയാ നീ അടിച്ചു വിടുക പോകുമ്പോ പോട്ടെ. വണ്ടി ഇറങ്ങുമ്പോ കുട്ടപ്പനാവട്ടെ, പിന്നെ പോകുമ്പോ വണ്ടി ഉപയോഗിച്ചിട്ടല്ലേ. മീറ്ററിന്റെ ബ്ലാക്കും അതേപോലെ സ്വിച്ച് ബോർഡിന്റെ ബ്ലാക്കും അതെ ഇതിപ്പോ എന്താ പറയാ നമ്മുടെ മറ്റേ ഗിയർ ലിവർ അതൊക്കെ നമ്മുടെ അതേപോലെ തന്നെ നിർത്തുക. ബാക്കി വരുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഇതൊക്കെ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് തന്നെ നിർത്തിക്കോ, പ്രശ്നമില്ല. ബാക്കിയുള്ള സാധനങ്ങൾ മൊത്തം ഗ്രേ സാധനങ്ങൾ മുഴുവൻ നമ്മുടെ വണ്ടിയുടെ അടിക്കാൻ പോകുന്ന ഗ്രേ ഫുള്ള് അതിന്റെ ക്ലിയർ ഉണ്ടെങ്കിൽ അതും കൂട്ടി അടിച്ച് ജാതി ഫിനിഷിങ് ആക്കാന്ന് ആ ഒരു ഭാഗം, അതായത് മേളിലും ആ ഡാഷ് ഈ അതായത് ഈ ഫൈബറിന്റെ പാർട്സ് വരുന്ന സംഭവം മാത്രം. ഉള്ളു കുഴപ്പമില്ല, ഉള്ളു നമ്മുടെ പെട്ടിയുടെ കളർ തന്നെ. അതെ, ആ മറ്റേ പെട്ടിയുടെ കളർ മാത്രം അടിച്ചു വിട്ടാൽ മതി, അത് വിഷയമുള്ള കേസല്ല. പിന്നെ രണ്ടാമത് വേറെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറക്കരുത്, നമ്മുടെ എയർ ബ്രേക്കിന്റെ സാധനം അവിടെ നിന്ന് മാറി ഇവിടെ ഒരു ഹോളുണ്ട്. ഇത് ചില നമ്മളുടെ മറ്റേ വണ്ടികളില് എന്താ പറയാ ടോറസിന്റെ മറ്റേ പെട്ടി വെക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന്റെ ഗ്യാപ്പാണിത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ വെച്ച് നമുക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. അതിന് അഡീഷണൽ വേറെ ഒന്നും ചെയ്യണ്ട. ഈ പോണ പൈപ്പില്ലേ, ബ്രാക്കറ്റ് വേണ്ട, അതിന്റെ ഉള്ളിൽ ഓൾറെഡി ബ്രാക്കറ്റ് ഉണ്ട്. ഈ പൈപ്പ് ഇവിടുന്ന് അങ്ങനെ പോണേ, അപ്പൊ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാത്രം മതി. അപ്പൊ എന്താ വെച്ചാൽ ബ്രാക്കറ്റും വേണ്ടക്ക. അതിന്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ആ ബ്രാക്കറ്റ് ഊരി ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് കട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് വരുന്ന ഒരു വയറുണ്ട്, അതായത് ഹാൻഡ് ബ്രേക്ക് ഇട്ടോ ഇല്ലേന്ന് അറിയുന്ന ബസറടിക്കണ മറ്റേ ഇലക്ട്രിക്കിന്റെ പൈപ്പ്, ഇത് എയറിന്റെ അല്ലേ, ആ വരുന്ന പൈപ്പ് അവിടുന്ന് നേരെ അതിന്ന് വരുന്ന ലൈൻ റൗണ്ട് അടിച്ച് ഇങ്ങോട്ടേക്ക്. അത് തന്നെ, അത്ര മാത്രമാണ് അതിലുള്ള പണിയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് പിന്നെ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് വെക്കാം, കഴിഞ്ഞിട്ട് മതി. കഴിഞ്ഞിട്ട് മതി, പ്രശ്നമുള്ള കേസല്ല. അപ്പൊ ഇവിടൊക്കെ ഇപ്പൊ കാണുമ്പോ തന്നെ, ഇവിടെ ഈ ചെരുവൊക്കെ വന്നു കഴിഞ്ഞപ്പോ തന്നെ കാണുമ്പോ ഓക്കെ. അപ്പൊ നിങ്ങൾ കാണുന്നവര് ഒന്ന് കമന്റ് ചെയ്തോളൂ. അതായത് നമ്മളുടെ ഈ ഒരു സംഭവം 4 ഇഞ്ച് ടോട്ടൽ ഇതിന്റെ ഉള്ളിൽ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ പായയും കയറും ഇടാൻ പറ്റില്ലേ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തോളൂട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യണ അനുസരിച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് ഇത് എനിക്കായാലും ഇക്കായാലും അറിയാത്ത സംഭവങ്ങൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങളുടെ ഓരോ കമന്റുകളാണ്. നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരായാലും നിങ്ങൾക്ക് നന്നായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ടായാലും നമുക്കൊട്ട് അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണത്. അപ്പോൾ എന്തായാലും കമന്റ് ചെയ്തോളാം. ഞാൻ ഇന്ന് പോയി നോക്കിയ ഒരു ഐഡിയ വെച്ചിട്ട് ടോട്ടല് എന്താ പറയുക, ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ 4 ഇഞ്ച് മതി, 4 ഇഞ്ചോ അല്ലെങ്കിൽ 5 ഇഞ്ചോ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആയി എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടല്. അപ്പൊ ഇനിയിപ്പോൾ അതിൽ കിടക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഇത് ചെയ്തോളൂ. പിന്നെ അതുപോലെ പായ ഇവിടം വരെ വരുള്ളൂ, ഇതുവരെ ഇവിടം വരെ വന്നാൽ മതിയില്ല, ബാക്കി ഇങ്ങനെ താഴത്തേക്ക് വലിച്ചിട്ടാൽ മതി. ഇപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചിട്ട് ഇതിനകത്തേക്ക് ഹുക്കിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുകയും ചെയ്യാമല്ലോ, വെള്ളം കയറാണ്ടിരിക്കുകയല്ലേ നമുക്ക് വേണ്ടു. അപ്പൊ അത് കാരണം പ്രശ്നം ഉണ്ടാവില്ല. രാജേഷ് ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലല്ലോ, ആ ഗ്യാപ്പ് ഇവിടെ വരില്ലല്ലോ, ഇനി കട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ പായ പിന്നെ ചെരിച്ച് ഇങ്ങോട്ട് വലിച്ചാൽ പോരെ, കയറും വലിച്ചാൽ പോരെ, പ്രശ്നമില്ലല്ലോ. അതെ അതെ, അപ്പൊ ഒരു ചെറിയ ഗ്യാപ്പ് അതിന്റെ ഉള്ളിൽ വരും. പിന്നെ ഇക്ക എവിടെയാണോ ഒരു കാര്യം കൂടി പറയാണ്ടിക്ക, ഇക്കോ ഏത് ലോക്ക് ശരിയാക്കാനാ? ലോക്ക് ലോക്ക് പറഞ്ഞിട്ടുണ്ട്, ലോക്ക് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്കോട് ചോദിക്കട്ടെ, മറ്റേ കാര്യം ചോദിക്കട്ടെ. അതേപോലെ ഹോൺ ഇതേപോലെ തന്നെ 2 എണ്ണെങ്കിലും വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഹോണിന്റെ കാര്യം ഓക്കെ ആയില്ലേ? പിന്നെ ഇപ്പോ വൈപ്പറിന്റെ ബ്ലേഡൊക്കെ പുതിയതല്ലേ, അതൊന്നും വിഷയമുള്ള കേസല്ല. പിന്നെ ഇപ്പോ നമ്പർ പ്ലേറ്റ് എല്ലാ സംഭവങ്ങളും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളായി. പിന്നെ വേണമെങ്കിൽ ഇതിലൊക്കെ ഇത്തിരി ഗ്രീസ് ഇട്ട് കൊടുക്കുക, അത്രയാണ് ചെയ്യാനുള്ളൂ. ചേട്ടൻ ഒരേ തുടങ്ങിയിട്ടോ, ഇന്നും വീണ്ടും ഒരേയോടൊരയാണ് അല്ലേ? ഒരേയോടൊരാ നമ്മളുടെ ഇതിന്റെ കഴിഞ്ഞില്ലേ, നമ്മളുടെ ഈ സംഭവത്തിന്റെ ഫുൾ പണി കഴിഞ്ഞില്ലേ? ഇനി മോൾഡ് എടുക്കാനല്ലേ ഉള്ളൂ, പെയിന്റ് ഉണങ്ങിണ്ടാവൂലേ? പിന്നെ ചേട്ടാ നമ്മളുടെ ഞാൻ ഇക്കോടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുകളിലൊക്കെ നിറച്ച് ഓട്ടയുണ്ട്. അപ്പൊ പെയിന്റ് അടിക്കുന്നതിന് മുന്നേ നമ്മൾ ആ സ്ക്രൂ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ മറ്റേ ഇത് ചെയ്തിട്ട് മറ്റേ ചേട്ടനോട് ഫൈബർ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ശേഷം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി പോയി, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അത് പടച്ചോളൂ. പിന്നെ ഇത് മുന്നേ അഡ്വാൻസ് ചെയ്ത് തന്നെ മാറ്റേണ്ടി വരില്ലേ, കാരണം പെയിന്റിങ്ങിന് മുന്നേ, അല്ലെങ്കിൽ ആകെ അതല്ലേ നന്നാവുക. അല്ലെങ്കിൽ ആകെ ഇത് ഇനി അഴിച്ചു പിടിച്ചു വരുമ്പോ വീണ്ടും വൃത്തികേടാവുമല്ലേ ചെയ്യാ. അപ്പൊ അത് ഇക്കോടൊന്ന് പറയണമെങ്കിൽ പറയാം. അപ്പൊ ഇനി കയ്യോടെ ആ സാധനം മേടിച്ചു വരികയാണെങ്കിൽ പറ്റേ. വേറെ കേസ് ഉണ്ട് സൺഷൈഡ് എടുക്കുന്നേക്കാളും പിന്നെ വേറെ സംഭവം ഉണ്ട്. അതായത് നമ്മുടെ ഈ സംഭവം വെച്ച് കഴിയുമ്പോ എയർ ഉണ്ടല്ലോ, എയർ പ്രശ്നം വരും. എയർ വലിക്കാൻ നമുക്ക് ഗ്യാപ്പില്ല. അങ്ങനത്തെ അല്ലെ, അതിന് വലിപ്പം കൂടി അങ്ങനെ ഉണ്ടാക്കാം. അല്ലാണ്ട് വേറെ വല്ല നമുക്ക് അവിടെ കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഇക്കയുടെ ഐഡിയയില് മറ്റേ ഫോറിൻ വണ്ടിയുടെ ഒക്കെ നിൽക്കണില്ലേ, അതേപോലത്തെ ഒരു വേറെ എന്തെങ്കിലും ഒരു ഷേപ്പുള്ള സാധനം കൊടുക്കുകയാണെങ്കിൽ പെടയാവൂലേ?
ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോ കാണിച്ചു തരാം. അടിപൊളി സാധനം എന്റെ കയ്യിലുണ്ട്. ഗ്രില്ലുണ്ട്. അതിപ്പോ നമുക്ക് ഏതെങ്കിലും വണ്ടിയുടെ ഗ്രില്ലേ സൂട്ടബിൾ ആവണം. ഇതിനകത്തേക്ക് സ്ക്രൂ ചെയ്ത് ആ ഗ്യാപ്പ് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. അത് ഞാൻ ശരിയാക്കി തരാം. അത് കുഴപ്പമില്ല. അപ്പൊ മതി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ എയർ വലിക്കുമ്പോ എയറിന്റെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ വലിയ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ വ്യത്യാസം വരുമല്ലോ. രാജേഷ് ആണെങ്കിൽ വലിയ ഇല്ലെങ്കിൽ പറ്റില്ല അല്ലേ രാജേഷ്? വലിയ വേണമല്ലേ? എന്നാൽ കൂടി അത് ഉണ്ടെങ്കിൽ ഒരു വൃത്തിയും കൂടിയിട്ടല്ലേ അതൊരു ഭംഗിയും കൂടി. അതെ. ഇനിയിപ്പോ നമുക്ക് ഫസ്റ്റ് എന്നിട്ട് മറ്റേ സാധനം ഒന്ന് വെച്ച് നോക്കണം അല്ലെ? നമ്മളുടെ സൺഷെയ്ഡ് ഒന്ന് എടുത്തോണ്ട് വരാം. നമുക്ക് പോയിട്ട് സൺഷെയ്ഡ് നോക്കട്ടെ കാഴ്ച. ബാക്കൊക്കെ ഓക്കെ അല്ലേ? ഇത്ര പോരാ നിന്റെ ഐഡിയയിൽ? ഇനി ഇത് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മഡ്ഗാർഡ്. ബാക്കിയൊക്കെ ഓക്കെ അല്ലേ? മഡ്ഗാർഡ് ഇത് ലേശം ഹൈറ്റ് കൂടുതലും അത് കുറവല്ലേ? അത് നീളം കുറച്ചിട്ട് നല്ല അടിപൊളി പ്ലാപ്പും കാര്യങ്ങളൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഓക്കെ. ഇതേപോലെ നിൽക്കും അല്ലേക്കാ? ഇതേപോലെ പെടയാവും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വള്ളി പൊട്ടി പോലെ നിൽക്കണേ. ആ ഗസില്ല, നന്നാക്കും. നീ പേടിക്കണ്ട. ആയുഷിന് പേടിയായിരുന്നു നിൽക്കാ. നമ്മൾ ശരിയാക്കി കൊടുക്കും എന്നുള്ളൊരു ഡൗട്ടായിരുന്നു അവന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ സംഭവം എന്ന് വെച്ചാലേ ഇവനെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ മറ്റേ വണ്ടിയുമ്പോൾ ഓരോന്ന് ചെയ്യാന്ന് പറയുമ്പോ ഞാൻ പറയാ അത് എന്തിട്ടാടാ അത് കല്ല ഈ ഓർണത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേന്ന് ഇറങ്ങണില്ല. അപ്പൊ അത് കാരണം വലിയ പ്രശ്നം ഉണ്ടാവില്ലാന്ന്. നമുക്ക് ഇവിടെ മറ്റേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയാ, നമ്മളുടെ വിൻഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംഭവം ഒന്ന് നോക്കാട്ടോ. എന്നിട്ട് അത് കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കി നോക്കാം. അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യല്ല, വെച്ച് നോക്കാനായിട്ട്. ഏതൊക്കെ ഇതാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അല്ലേ? ഓക്കെ. ഇത് കറക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന തൊപ്പിയിലേക്ക് അങ്ങോട്ട് കൂടി ചേർന്ന് വരുമ്പോ ഇല്ലേ ഒറ്റ ഒരു മോൾഡ് പോലെ തോന്നും അല്ലേക്കാ? എന്നിട്ട് വേണമെങ്കിൽ വെച്ച് നോക്കാം നമുക്ക്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഈ സംഭവം നമുക്ക് ഇനി വെക്കാൻ പറ്റില്ലല്ലോ. അത് വെക്കാൻ പറ്റില്ല. നമ്മുടെ മുകളിലെ സംഭവം ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ തൊപ്പിയുടെ മേലിൽ ഭംഗി ഉണ്ടാവുക. അതല്ല, അതിന്റെ ആവശ്യമില്ല. കണ്ടമാനം വെച്ചിട്ട് പോലെയാവും അല്ലെ? അതിന്റെ മേലേക്ക് ഇതും കൂടി വെച്ച് കഴിഞ്ഞാലല്ലേ എന്തോ തുമ്പിരിക്കണ പോലെ ആനപ്പുറത്ത് തുമ്പിരിക്കൂല. അതേപോലെ ഇതെന്താ ബോട്ടാണ് ഈ ഉണ്ടാക്കണത്? ഇത് ബോട്ടല്ല, പുതിയ ടെമ്പോ ട്രാവലർ. ആ വണ്ടിയുടെ ക്യാരിയറാണ്. ക്യാരിയർ റെഡിയാക്കിയിട്ട് നമ്മളതിന്റെ മോൾഡ് എടുക്കുന്നത്. കമ്പനി തന്നെ ഇപ്പൊ ഇറക്കി തുടങ്ങിയിട്ടുള്ളൂ. അർബാനിയ എന്ന് പറഞ്ഞ വണ്ടി തന്നെ. അതിന്റെ ആക്സസറീസ് കൊടുക്കുന്ന ആക്സസറീസ് റെഡിയാക്കുന്നത്. കാരണം വെച്ചാൽ ഇത് അർബാനിയുടെ ക്യാരിയർ എങ്ങും ഇല്ല സാധനം. അതെല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വണ്ടി കുറെ ഇറങ്ങിയല്ലോ. അപ്പൊ നമ്മള് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അർബാനിയുടെ എന്താ പറയാ ക്യാരിയർ വേണ്ട ആൾക്കാർ ഇങ്ങനെ വിളിച്ചാൽ മതി. സാധനം പല റെഡിയാണ്. സൈന്യൂസിൽ റെഡിയാണ്. അതാണ് അതെ. അപ്പൊ അർബാനിയുടെ ഗ്രില്ല് അതും സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് തന്നെ. ഇത് കണ്ടാൽ മനസ്സിലാവില്ലാത്തതുകൊണ്ടാണ്. ഇതും അത് തന്നെയാണ്. പിന്നെ എന്റെ വീൽ കപ്പും കാര്യങ്ങളും. രാജേഷൻ നിനക്ക് വീൽ കപ്പ് വേണമെന്നല്ലേ പറഞ്ഞേ? നമ്മുടെ വണ്ടിക്കല്ലല്ലോ, മസ്തക്ക് വേറെ ഏതിനോ. ഇവൻ എവിടെ ഓർഡർ എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു കച്ചവടം നടക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു അതായത് നമ്മൾ എറണാകുളത്ത് വന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ മേടിക്കുന്ന ആളോട് പ്രത്യേകം പറയണം. അതെ. ഇതിന്റെ ടോപ്പാണ് ഇപ്പൊ നമ്മൾ ഊരി എടുത്തേക്കണേ അല്ലേ? ഈ വണ്ടിക്ക് ടോപ്പില്ലെങ്കിൽ ഒരു ഭംഗിയില്ല അല്ലേക്കാ? അപ്പൊ ഞാൻ കമ്പനി വരുമ്പോ ഒന്നുമില്ലേ മുകളിലപ്പോ ഇതിന്റെ ആണോ? ഓ അങ്ങനെ വെച്ചിട്ട് അപ്പളാ ഇത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭംഗിയുള്ളൂ അല്ലേ? ഭംഗി മാത്രമല്ല, ഈ ലഗേജ് വെക്കാൻ സ്പേസ് ഇല്ല. അപ്പൊ അതുകൊണ്ടിട്ട് കൂടുതൽ ആൾക്കാർ അങ്ങനെ ക്യാരിയർ ചെയ്യാറ്. ഇപ്പൊ ട്രാവലറിനൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോ ഇത് സ്റ്റിക്കർ അടിച്ച വണ്ടി അല്ലേ? ഫുൾ കഴിഞ്ഞു അല്ലേ? പക്ഷെ എനിക്ക് പേഴ്സണലി ഇതിന്റെ ഈ ഡാർക്ക്നെസ് ഈ വൈറ്റിലേക്ക് അത് ഒരു കോമ്പിനേഷൻ എനിക്കെന്തോ എനിക്കത് അത്ര അങ്ങോട്ട് എറിച്ചില്ല. അതെ അല്ലേ? പിന്നെ അവരവര് ഇഷ്ടമല്ല, കാശ് മുടക്കൊണ്ടൊരു ഇഷ്ടം മാത്രം നോക്കിയാൽ മതി. അതെ. എനിക്കെന്തോ അതിന്റെ ആ സ്റ്റിക്കറിന്റെ ഡിസൈനിങ് ആ ഒരു സംഭവത്തിലേക്ക് അത്ര ഒക്കെ തോന്നില്ല. വൈറ്റിലേക്ക് ആ ഡാർക്കിലേക്ക് ആ കളറാണെങ്കിൽ ബെസ്റ്റ് ആയേനെ. ഇനിയിപ്പോൾ ഇതുകൂടി നമ്മുടെ മോൾഡിന്റെ ഒപ്പം ഒന്ന് വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാട്ടോ ഗൈസ് എങ്ങനെയുണ്ട് എന്നുള്ള സംഭവം. അപ്പം നോക്കട്ടെ. എല്ലാ സംഭവങ്ങളും വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയുള്ളേ. ഇതേ കണ്ടോ? ഇനി അതിന്റെ താഴത്തേക്ക് ഇല്ലേക്കാ? കണ്ടോ? ഇങ്ങനെയാണ് നമ്മളുടെ ഈ സംഭവം വരിക. അങ്ങനെ വരുമ്പോ വലുതുണ്ട് അല്ലേ? നീളം കൂട്ടും. അപ്പൊ നമ്മുടെ കറക്റ്റ് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ജോയിന്റിലേക്ക് അല്ലല്ലോ വരിക, അതിന്റെ താഴെ നിൽക്കില്ലേ? ഇങ്ങനെയല്ലേ? അതായത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിൽക്കണം. ഇങ്ങനെ നിന്നാലാണ് അതിന്റെ ഭംഗി വരുള്ളൂ. അപ്പൊ ശരിക്കും ഈ കർവ് ഇതിലേക്ക് വരുമായിരിക്കും അല്ലെ? നീളം കൂട്ടണം. ഈ ഒരു സംഭവം നമ്മുടെ അതിലേക്ക് സൂട്ടബിൾ ആവില്ല. രാജേഷ് നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ട് രാജേഷ്? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഇക്കടെ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് പറയാം.
ഇക്ക അപ്പൊ നിലവിൽ ഇനിയിപ്പോ ഈ സാധനം അല്ല നമ്മൾ ഇതേപോലത്തെ കുറച്ചുകൂടി നീളമുള്ള സാധനം വെച്ച് കഴിയുമ്പോൾ ഈ കർവ് അടക്കം ഇങ്ങനെ വന്ന് ഓക്കെ ആവും അല്ലെ. അപ്പൊ ഇതിന്റെ പരിപാടി ഫുള്ള് ലെങ്ത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ വണ്ടി ഇറങ്ങി വരുന്ന ആ ഫീല് തോന്നുള്ളൂ. അതെ ഇല്ല ഇല്ല, എന്നാലും ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പണിത പണിക്ക് ഭംഗി ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ നിലവില് അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഓക്കെ ആയി. പിന്നെ ഇനിയിപ്പോ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഴ്ച വയ്ക്കുന്ന എ സിയുടെ അല്ലേ. എ സി ഒന്നുമില്ല രാഴ്ച. വണ്ടിയുടെ എഞ്ചിനെ സംബന്ധിച്ച് യാതൊരു എ സി ഇല്ല. നീ എപ്പോഴും തണുത്ത് നിൽക്കണം. ചൂട് വരുമ്പോ നമുക്ക് എ സി വേണം. അതിന് മറ്റേ എന്താ പറയാ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലും വേണ്ട. അതായത് വണ്ടിയുടെ ബാറ്ററിന്ന് വർക്ക് ചെയ്യുന്ന എ സി വെക്കാൻ പോണത്. ഡീസൽ ചെലവ് ഉണ്ടാവില്ല, ബാറ്ററിയുടെ പണി കഴിയും. നീ ആവശ്യത്തിന് ഇട്ടാ മതി കേട്ടാ. ആദ്യം നമ്മുടെ അജീഷിനെ വിളിക്കട്ടെ. അജീഷിനെ വിളിച്ചിട്ട് നിനക്ക് ട്യൂഷൻ തരാൻ പറയട്ടെ. ഭാരത് ബെൻസ് എങ്ങനെ കൊണ്ടു നടക്കണേന്നുള്ളത്. അജീഷ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ പഴയ ഡ്രൈവറാണ് കേട്ടോ. അപ്പൊ പഴയ ഡ്രൈവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവൻ അവന്റെ പോയി സെറ്റ് ആവണം കുറെ നാള്. എന്നാലാണ് ഇവന് ഒറ്റയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ഇവന്റെ ഈ എന്താ പറയാ ശരീരഘടന അനുസരിച്ച് പായ കെട്ടാൻ ഇതിന് പറ്റില്ല. പിന്നെ ആരും കഴിഞ്ഞ ദിവസം കമന്റ് പായൊക്കെ നമ്മള് അവരോട് കേട്ടിക്കും. നമ്മള് കേട്ടില്ല, നമ്മളെ കേട്ടു ഒരു പണി നമ്മള് ചെയ്യും. വളരെ നല്ലത്. അതല്ല കഴിഞ്ഞ ദിവസേ ആരും കമന്റ് അടിച്ചെങ്കിലൂടാ സുഭാഷിന് വല്ല നിങ്ങൾ വല്ല പെറ്റോട്ടിന് മേടിച്ചു കൊടുക്കാം, അവന് ഇതൊന്നും കൊണ്ട് നടക്കാനുള്ള ആരോഗ്യം ഇല്ലാന്ന്. സുഭാഷ് കേക്കണ്ട. ആ കമന്റ് അയച്ച ആളെ കണ്ടാലേ സുഭാഷ് വീട്ടിൽ വന്നിട്ട് തല്ലും. അവൻ അത്ര ദേഷ്യക്കാരനാ. അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഇതൊക്കെ സൂപ്പറായിട്ട് കൊണ്ടു നടക്കട്ടെ. അവന് വണ്ടി അത്ര വലുതായാലും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ആ സാധനത്തിനെയും കട്ട് ചെയ്ത് അതും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സംഭവം സെറ്റായി. ഇക്ക പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ ഉണ്ടല്ലോ. എയർ ഫിൽറ്ററിൻ്റെ അവിടെ ഈ ഒരു ഇതുണ്ട്. എയർ ഫിൽറ്റർ എവിടെയാ? ഈ വരുന്ന സംഭവമില്ലേ, ഈ വരുന്ന സംഭവത്തിൻ്റെ സെയിം സാധനം നമുക്ക് പുറത്തേക്ക് ഒരു ഇത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് കേട്ടോ. ഇത് പുറത്തേക്ക് നമുക്ക് എയർ വലിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് കട്ട് ചെയ്തിട്ട്, അതായത് ഇവിടെ കട്ട് ചെയ്യും. ഇതിന്റെ അളവ് നോക്കിയിട്ട് എയർ ഫിൽറ്റർ വരുമ്പോൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലത്ത് അതേ അളവിൽ കട്ട് ചെയ്തിട്ട് അവിടെ ഇതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു മോൾഡോ അല്ലെങ്കിൽ ഒരു ഗ്രില്ലോ ആക്കിയിട്ട് വെക്കണം. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കും. ഏറെക്കുറെ നമ്മളിത് ഇങ്ങനെയുള്ള ഒരു നെറ്റ് പോലെ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എങ്ങനത്തെ സംഭവം മേടിക്കാൻ കിട്ടുക എന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ അതേപോലത്തെ സാധനം, ഇല്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ എന്താ പറയുക മറ്റേ ഇതിൽ ഫൈബറിൽ ആ സാധനം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ഏതാണ് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് ഇക്കോട് ചോദിച്ചു നോക്കാം. ഇക്കതേ അവിടെ നിൽക്കണ്ട, ഇക്കോനോടും ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പായ വരും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ടെൻഷനൊക്കെ മാറി. ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എയറിൻ്റെ വെൻറ്റിന് എങ്ങനത്തെ ഗ്രില്ല് കൊടുത്താൽ ഭംഗി ഉണ്ടാവും. കുറേ ഫോർ വണ്ടിയുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു, പക്ഷേ നമ്മളുടെ ഇതിനകത്തേക്ക് സൂട്ടബിൾ ആവണ്ടേ. ഇനിയുള്ള അടുത്ത ചിന്ത മുഴുവൻ അതാണ്. ഓരോ സംഭവങ്ങളും നമ്മൾ വണ്ടി പണിയാൻ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഇതേപോലെ എന്തൊക്കെ ചെയ്താൽ ഐഡിയ ആവും, ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ഭംഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് എത്ര ഇങ്ങനെ ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇനിയിപ്പോൾ ഏതെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കണം. ഇവിടെ കിടക്കുന്ന വണ്ടിയിൽ തന്നെ തപ്പി നോക്കട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ കിട്ടും. നോക്കി നോക്കട്ടെ. ഇനി എല്ലാ വണ്ടിയുടെ ഇടയ്ക്കിടെ ഇങ്ങനെ നടന്ന് നോക്കണം കേട്ടോ. മിക്കയുടെ അവിടുന്ന് വണ്ടി പണി കഴിഞ്ഞ് ഇറങ്ങി പോകാൻ കേട്ടോ. ഏഷ്യർ സംഭവം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ആയിട്ടുണ്ട് ഗൈസ്. ഇക്കയുടെ അവിടുന്ന് എടുത്തു പോകണ വണ്ടിയാന്ന് പറഞ്ഞില്ലേ, അത് എടുത്ത് പോയിട്ടില്ല കേട്ടോ. ഇക്ക കുറച്ച് വണ്ടി കേട്ടോ. സെറ്റപ്പായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോവാണ്. കാരണം പ്രതീക്ഷയുടെ ചാനലിൽ എനിക്കൊന്നും ഇങ്ങനെ ഒന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇതേപോലെ നമ്മുടെ വണ്ടിയും പോയിട്ടേക്കാ അല്ലേ. ഇതേപോലെ നമ്മുടെ വണ്ടിയും പോവും അല്ലേ. അയ്യോ അതിവിടെ കിടന്ന് ഓട്ടിക്കുള്ളൂ. അത് മൊത്തം ഓടി നടന്ന് ഇതേപോലെ ഫുള്ള് ഇക്ക ഇതിന്റെ മറ്റേ ഇത് എടുക്കായിരുന്നു, എന്താ പറയാ, റിവ്യൂ എടുക്കായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഇറങ്ങുമ്പോ ഇക്ക റിവ്യൂ ചെയ്യണം കേട്ടോ അല്ലേ. ഈ വണ്ടിയില് ഇക്ക പറഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ നോക്കണം. ഒരുപാട് സാധനങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ LED ആണെങ്കിലും അതേപോലെ തന്നെ ഈ വണ്ടി ഓടി തുടങ്ങിയിട്ടില്ല, പുത്തൻ വണ്ടിയാണെന്നാ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ നോക്കി പ്രൊജക്ടർ ലാമ്പ്, അതുപോലെ തന്നെ LED, ഇവിടെ LED, അങ്ങനെ ഫുൾ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ DRL അല്ലേ. ഓ ഇതൊക്കെ ഇക്കയുടെ സ്പോൺസർ ആണ് അല്ലേ. അതാണ് പക്ഷെ അത് ബെസ്റ്റ്. എന്ത് ഭംഗിയാന്നറിയോ, രാത്രി കാണുമ്പോൾ ആദ്യ ഭംഗി അടിപൊളിയാ. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാണുമ്പോ ഇല്ലേ അന്ന് ആർഭാടമായിട്ട് കുറെ സാധനങ്ങൾ കുത്തി കയറ്റിയിട്ടുള്ള പോലെ ഒരു ഫീലും ഇല്ല. പക്ഷെ എന്നാൽ എല്ലാം സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ വണ്ടിയുടെ വർക്ക് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇതിന്റെ വൈപ്പർ നമ്മളുടെ വണ്ടിയുടെ പോലെ അല്ല കേട്ടോ, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അതെ ടാറ്റ കൊടുക്കുന്ന ടൈപ്പിലാണ് ഇതിന്റെ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. അതെ അതെ ആ ടൈപ്പിലാണ്. പിന്നെ ഇക്കയില് സൺഷൈഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, സൺഷൈഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ലൈറ്റുകൾ, ഹോണുകൾ, പുത്ത വണ്ടി ആയാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, വീൽ കപ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേറെ സംഭവം കാണിച്ചു തരണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പോവാണോ? അല്ല, ആ ചേട്ടൻ കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിൽ വേറെ സംഭവം കൂടി ചെയ്യുന്നുണ്ട്. ഈ ലൈറ്റൊക്കെ നമ്മുടെ വകയല്ലേക്കാ? ഇവിടെ ഒക്കെ നിറച്ച് ഫുൾ കാണാനായിട്ട് വളരെ അത്യാവശ്യമാണ് നമുക്ക് ഈ ലൈറ്റ്. ഭംഗിനേക്കാളും കൂടുതൽ ഈ സംഭവങ്ങൾ വേണമെന്നല്ലേ. ഇക്ക ഫുള്ള് ലാസ്റ്റ് പണി കഴിച്ച് ഇറക്കി ഇവിടുന്ന് ഇന്നിപ്പോ ലാസ്റ്റ് പോകുന്ന വണ്ടിയാണ്. എന്താ ശേഷം വീൽ കപ്പാണ് പിന്നെ മോശം. ഈ വീൽ കപ്പ് നമ്മുടെ അവിടെ ആരും ഇട്ടിട്ടില്ല പിള്ളേര്. ഇതൊക്കെ ജായി സാധനം നമ്മളവിടെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണതൊക്കെ. ചേട്ടാ ഇതിന്റെ പവർ വിൻഡോന്റെ സെറ്റിംഗ് നോക്കട്ടെ ചേട്ടാ. ഒരു മിനിറ്റ് തരും, ഒരു മിനിറ്റ്. അവിടെ അഖിൽ ഭയങ്കര വീഡിയോ എടുക്കലാണ്. ഞാൻ 1 മിനിറ്റ് ചോദിച്ചിട്ടുണ്ട്, ഒരേ 1 മിനിറ്റ് തന്നാൽ മതി. നീ പവർ വിൻഡോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടു, പവർ വിൻഡോ ദേ മുകളിലേക്ക് കയറുന്നു, ഇതേ താഴത്തേക്ക് ഇറങ്ങുന്നു. കണ്ടോ, ഈ ഒരു സ്വിച്ച് മേലാണ് ഇതിന്റെ സംഭവം. ഇവിടെ സാധാരണ നമ്മളിങ്ങനെ കൈ പിടിച്ച് തിരിച്ചിട്ടാണ് ഈ സാധനം കയറ്റി ഇറക്കൊക്കെ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് തന്നെ പവർ വിൻഡോ കയറ്റി കാരണം അടിപൊളിയായിട്ട്. അപ്പോൾ നോക്കിയാൽ ഫുൾ സാധനം കയറുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ പുതിയ വണ്ടിയായ കാരണം ഓക്കെ, നമ്മൾ പഴയ വണ്ടിയുമ്പോഴൊക്കെ ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഈ വണ്ടിയുടെ ഉള്ളിലേക്കിടി ഒന്ന് കയറി നോക്കട്ടെ ചേട്ടാ. ചേട്ടാ AC ഒക്കെ കമ്പനിയാണോ വെച്ചതാ? അല്ലാണ്ട് ചെയ്താ പുറത്ത് ചെയ്താ? അപ്പൊ നിങ്ങളുടെ വണ്ടി ഇത് എവിടെയുള്ള വണ്ടി? അപ്പൊ തിരുവനന്തപുരം. തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് കൊല്ലത്ത് കൊണ്ടുപോയിട്ട് AC കയറ്റിയിട്ടുള്ളത്. കമ്പനി AC വരുന്നില്ല അല്ലേ? നല്ല തണവൊക്കെ ഉണ്ട് കേട്ടോ. അതെ ACയുടെ വെന്റ് കാര്യങ്ങൾ ഇവിടെ 2 എണ്ണം. അതുപോലെ തന്നെ ഈ സ്ക്രീൻ ഇക്കയുടെ അവിടെ ചെയ്താന്നുണ്ടല്ലേ ഇത്? ഇത് ഇക്ക ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ള പണികളാണെന്നുണ്ടല്ലേ. ഇതൊക്കെ സെപ്പറേറ്റ് എന്താ പറയുക, നമ്മുടെ മൊബൈലിന്റെ ചാർജർ, ഫാസ്റ്റ് ചാർജറൊക്കെ കുത്തണമെങ്കിൽ ഇതേപോലത്തെ സാധനം വേണം. നമ്മൾ സാധാരണ കാർ ചാർജർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ 24 വാട്ടിന്റെ. ഈ സാധനത്തിലൊക്കെ കുത്തിയാൽ നമുക്ക് 1 മണിക്കൂർ വേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുത്തുകയാണെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ചാർജർ 10 മിനിറ്റ് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് മതി ചാർജ് ആവാനായിട്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ചേട്ടാ ലേശം സ്പേഷ്യസ് അല്ല എന്നുണ്ടല്ലോ, സ്ഥലം ലേശം കുറവല്ലേ ഉള്ളില്? സീറ്റ് ഫ്രണ്ടിലേക്ക് കയറ്റിയതല്ലേ? ഞാനും വിചാരിച്ചേ കാല് മുട്ടണ പോലത്തെ ഒരു ഫീല് തോന്നിയത്. കണ്ടോ ഡിസ്റ്റൻസ് തീരെ കുറവ്. അപ്പൊ ഇത് ഫ്രണ്ടിലേക്ക് കയറ്റിയത് എന്തിനു വേണ്ടിട്ടാ? ബെർത്ത്. ഞാൻ ചോദിക്കുന്നത് ചേട്ടാ, ഈ ബെർത്ത് നമ്മളിപ്പോ രണ്ടാമത് ഉണ്ടാക്കിയതാണോ? അതെ. അല്ലാണ്ട് ബെർത്ത് ഉണ്ടായിരുന്നു, വണ്ടി വരുമ്പോ ബെർത്ത് ഉണ്ടായില്ല. ബെർത്ത് ഇല്ലാത്ത മോഡലിൽ ബെർത്ത് വെച്ചു കൊടുത്താണ് കേട്ടോ. കണ്ടു? പക്ഷെ ബെർത്ത് കമ്പനി തരുന്നുണ്ടായില്ല എന്നല്ലേ? ഓക്കെ. ബാറ്ററി ഉള്ളിലാണോ ഇപ്പൊ ഇരിക്കണേ? അതിപ്പോ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണോ? അവിടെ നിന്ന് ആക്കിയില്ലേ? AC നല്ല തണവുണ്ട് കേട്ടോ. പുത്തൻ വണ്ടി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കാറിന്റെ ഉള്ളിലിരിക്കുന്ന സെയിം ഫീലാണ്. ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടി വെച്ചിട്ടുള്ള ചേട്ടാ? അത് ഫോട്ടോ വെക്കാൻ വേണ്ടിട്ട് അല്ലേ? ഓക്കെ. പിന്നെ ഇപ്പോ വൈഫൈയുടെ റോട്ടറാണ് ഈ ഇരിക്കണേ അല്ലേ? ഇതിന് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ സിം ഇട്ടുണ്ടോ ഓൾറെഡി? ഓക്കെ. പിന്നെ ഇത് 7 ബോക്സ് ഗിയർ ബോക്സ്, ACയുടെ സംഭവങ്ങൾ. പിന്നെ ഇതിന് അഡീഷണൽ വല്ല ബട്ടണോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര തന്നെ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഫ്രണ്ടിലേക്ക് ഒരു ക്യാമറ, പിന്നെ ഉള്ളിൽ ഇവിടെ ഒരു ക്യാമറ, ഈ 2 ക്യാമറ, ഇത്ര ഉള്ളൂ സംഭവം. സ്പീക്കർ 2 എണ്ണം വെച്ചിട്ടുണ്ട് പാട്ട് കേൾക്കാനായിട്ട് ഇതിന്ന് അല്ലേ? ഓക്കെ. അപ്പോൾ വേറെ അഡീഷണൽ ആയിട്ടൊന്നുമില്ല. അപ്പോൾ പവർ വിൻഡോ എന്തായാലും അടിപൊളിയായി. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ 2 എണ്ണം ഉള്ളതുകൊണ്ട് ചേട്ടന് കൈയിട്ട് ഇത് ചെയ്യേണ്ട അസുഖം. പിന്നെ ക്യാബിൻ എനിക്ക് തോന്നുന്നു മറ്റേനേക്കാളും കുറച്ചുകൂടി ഒതുക്കുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ചെറിയ ക്യാബിൻ പോലെ എനിക്ക് തോന്നുന്നത് അല്ലേ? മറ്റൊരു വിശാലതയൊന്നുമില്ല, ഒരു കുഞ്ഞു ക്യാബിനാണ്. എന്നാലും നല്ല രസമായിട്ട് കേട്ടോ. ഏഷ്യറിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ AC ഉള്ള വണ്ടിയിൽ, നല്ല പണി കഴിച്ച വണ്ടിയിലൊന്നും ഇങ്ങനെ കയറിയിട്ടില്ല. ഉള്ളിലേക്ക് കയറുമ്പോഴേ ഒരു കുട്ടി നല്ലൊരു ഫീല്. ശരി കേട്ടാ, താങ്ക് യു കേട്ടാ. ഇവന്റെ അടുത്ത് 2 മിനിറ്റ് കടം ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. താങ്ക് യുടാ, താങ്ക് യു. അതെ, താങ്ക് യു. രാജേഷിനെ ഒരാഗ്രഹം, ഏഷ്യറിനുള്ളിൽ കയറി ഒന്ന് സ്റ്റിയറിംഗ് വട്ടൊന്ന് പിടിക്കുന്നത്. അത് ഇങ്ങനത്തെ ഏഷ്യറിനെ. സാധാ ഏഷ്യറൊക്കെ രാജേഷ് ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ? സാധാ ഏഷ്യറൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ACയുടെ ഉള്ളിലിരുന്ന എല്ലാ സെറ്റപ്പോടും കൂടിയിട്ട് അതൊരു അടുത്ത വണ്ടി ടാങ്കറിൽ പടയ്ക്കാനുള്ള പരിപാടിയാണ് അല്ലേ? അല്ലടാ നോക്കി, ഇത് ക്യാബിന് തീരെ ചെറുതുപോലെ തോന്നുന്നുണ്ടോ നിനക്ക്? മൊത്തത്തില് ഒതുക്കം, ഭയങ്കര ഒതുക്കം പോലെ എനിക്ക് തോന്നിട്ടോ. നമ്മളുടെ മറ്റേ സാധാ ഈശ്വറിന്റെ അത്ര വലിപ്പം പോലെ എനിക്ക് തോന്നണുള്ളൂ ഇത് കണ്ടിട്ട്. ഇതിപ്പോ എവിടേക്കോ ഒതുക്കിയിടാ. കമ്പനിയിൽ നിന്ന് വീണ്ടും പുത്തൻ വണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും കുറേ വണ്ടികൾ വരുമെന്ന്. അതേപോലെ ഇന്ന് വന്നിട്ടുള്ള വണ്ടിയാണ്. ഇന്ന് ഇനി ഇതിന്റെ പിന്നാലെ കുറേ എണ്ണം വേറെയും വരണ്ട കേട്ടോ. അതേ അവിടെ കിടക്കുന്നുണ്ട്, വേറെ അതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതൊരു ആഴ്ച വ്യത്യാസങ്ങൾ വലുതുണ്ടോ? ഇത് സെൻസറടാ, ആക്സിലേറ്റർ.
ബ്രേക്കൊക്കെ ഫുള്ളല്ല അടിയത് മുതൽ ബ്രേക്ക് നോക്കിയേ ഏതാ ആ അടിപൊളി അങ്ങനത്തെ ബ്രേക്ക് അല്ലേ ശരിയാ ആ കാരണം താഴത്ത് മുതല് മോള് വരെ ഇത് ആക്സിലേറ്ററാ ചെറുത് സാധാരണ ആക്സിലേറ്ററാ പഴയ കാലത്ത് ഇങ്ങനെ വലുതുണ്ടാവുക ബ്രേക്ക് ചെറുതും ആ അതെ ഇത് തിരിച്ചാമർച്ചായി പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇതേ സെറ്റ് കണ്ട നീ ഇതേപോലത്തെ സെറ്റാണ് നമ്മുടെ വണ്ടിയിൽ വെക്കണത് ഇതേ സെയിം സെറ്റാണ് നമ്മുടെ വണ്ടിയിൽ വെക്കണത് സെയിം സ്പീക്കർ വെക്കണം AC ഇവിടെ നിന്നാവില്ല മുകളിൽ നിന്നാവും മാത്രം വരുന്നത് ക്യാബിൻ തുളച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നാവും നമ്മളുടെ AC വരിക പിന്നെ CCTVയും അതുപോലെ ഫുൾ സെറ്റിങ്സ് ഇതേപോലെ പക്ഷെ ഇതേ ഈ സൈഡിൽ ഈ ഗ്ലാസ് അടിച്ചിട്ടുള്ള കാര്യം എന്താ പ്രശ്നം അറിയോ ഭയങ്കര ഇരുട്ട് ക്യാബിന്റെ ഉള്ളില് അല്ലേ നമുക്ക് ഇത്ര ഇരുട്ട് വേണ്ട നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യണ്ട പിന്നെ കൂൾ ഫിലിം കൊടിച്ചിട്ടുള്ള കാരണേ ഈ വണ്ടിക്ക് ഭയങ്കര ഇരുട്ടുണ്ട് പവർ വിൻഡോ നിനക്ക് ആവശ്യമില്ലല്ലോ ഇതേപോലത്തെ പവർ വിൻഡോ ആവശ്യമില്ലല്ലോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെക്കില്ല അവിടെ ഇറങ്ങി ഗായ്സ് ഇവിടെ ഒരു താറ് കിടക്കുന്നുണ്ട് കേട്ടോ താറ് ശരിയേട്ടാ ഓക്കെ താറ് കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ബ്ലാക്ക് താറിൻ്റെ സെയിം താറ് തന്നെയാണ് നമ്മളും ഇതേപോലത്തെ ഒരു ചെറിയ സംഭവമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് ഈ ഒരു സാധനം മാത്രമാണ് വെക്കാനും ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് വെക്കും പിന്നെ എന്നിട്ട് വെക്കുക പിന്നെ നമ്മൾ ഗ്രില്ല് മാറ്റും ഇതിന് ഗ്രില്ല് മാറ്റിയിട്ടുണ്ടെന്ന് നോട്ടെ ഇത്ര ഉള്ളൂ കേട്ടോ ഗൈസ് ഇത് തന്നെയാണ് നമ്മളും ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഫ്രണ്ടിലത്തെ ഗ്രില്ലും മാറ്റും അതുപോലെ ആ സാധനം വെക്കും ഇത് ഈ രണ്ട് കാര്യം മാത്രമാണ് താറിന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ വേറൊരു സാധനം ചെയ്യേണ്ടത് ഇത് ചെയ്താൽ തന്നെ വേറൊരു ലുക്കായി എന്ന് പറയില്ലേ അടിപൊളി അപ്പോൾ നമ്മൾ എന്തായാലും ഈ സംഭവം ചെയ്യും കേട്ടോ ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ഈ അർബാനി ഇവിടെ കുറേ ദിവസമായിട്ട് കിടക്കണം കണ്ടു പക്ഷെ ഞാൻ ഇതേവരെ ഈ അർബാനിയുടെ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഉള്ളിലൊന്ന് കയറണം എന്നൊരു ആഗ്രഹം അപ്പോൾ ഉള്ളിൽ ഇവിടെ കയറണേക്കാളും മുന്നേ വേണ്ട ആദ്യം ഇവിടെ തന്നെ കയറാം നോക്കട്ടെ പഴയ കാലത്ത് ഒമിനിയുടെ ഒക്കെ ഡോർ തുറക്കണ പോലെ കേട്ടോ സ്ലൈഡിങ് ആണ് കണ്ടോ ഇങ്ങനെയാണ് ഓപ്പണിങ് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാവലറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇതിലെ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ കയറല്ല ഇത് വേറെ യാതൊന്നുമില്ല ഡ്രൈവർക്കോ ക്ലീനർക്കോ യാതൊരു തടസ്സമില്ല ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി അമ്മോ അടിപൊളി ഇതേ അടയ്ക്കണമെങ്കിൽ ഇനി വേറെ ഇവിടെ എന്തോ ഞെക്കണം കേട്ടോ അത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മറന്നുപോയി സെറ്റപ്പ് വണ്ടി കേട്ടോ ഞാനേ ഇത്ര വിലയുടെ വണ്ടിയാന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്ര അങ്ങോട്ട് ഉള്ളിൽ കയറി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത്ര വില എന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയായിരുന്നു ഗൈസ് അടിപൊളിയാണ് കേട്ടോ അതേ ഈ 2 സീറ്റ് ഇവിടെ ബാക്കിൽ അപ്പൊ 4 സീറ്റ് ബാക്കിൽ ഇങ്ങനെ വരും കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സീറ്റിൻ്റെ സ്പേസ് ഭയങ്കര കുറവാണ് എന്താ പറയുക ടൈറ്റായിട്ട് ഇരിക്കണം ഇത് കണ്ടോ ഇങ്ങനെയാണ് പക്ഷെ ഡിസൈൻ വൈസ് ഒക്കെ അടിപൊളിയാണ് ഇതിപ്പോൾ 2 പേരിരുന്ന് തിക്കാവും അതേപോലെയാണ് സ്പീക്കറും കാര്യങ്ങളാണോ അതെ അല്ല ഇത് AC വെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്പീക്കറും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല നിലവിൽ ഒരു വർക്കും ചെയ്തിട്ടില്ല സീറ്റൊക്കെ കമ്പനി തന്നെ നല്ല പുതിയ സീറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എന്താ പറയുക ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഹാൻഡിൽ ഇവിടെ ഒന്ന് പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ പിന്നെ ബോട്ടിൽ ഹോൾഡർ ഇവിടെ 2 എണ്ണം ഓരോന്നിനും പിന്നെ പുഷ് ബാക്ക് സീറ്റ് പിന്നെ അടിയിൽ നിന്നുണ്ടോ കാലിൻ്റെ തൈ സപ്പോർട്ട് ഇല്ല എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പിന്നെ എന്തിട്ടാ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ച ഡോർ തുറന്നിട്ട് അതിലെ കയറി വരണം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇങ്ങോട്ട് ഡ്രൈവർ അവിടേക്ക് സുഖമായിട്ട് കയറാനുള്ള സ്പേസ് ഉണ്ട് നോട്ടെ ഡ്രൈവർ സീറ്റ് ഒന്ന് കയറി ഇരുന്നോട്ടെ പക്ഷെ ഇതും ഉള്ളിൽ കയറുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞിട്ട് റോയൽ ഫീലോ അങ്ങനെയൊന്നുമില്ല സാധാരണ ഒരു ട്രാവലറിൻ്റെ സ്റ്റിയറിങ് അതുപോലെ AC സാധാ വിൻഡ് പിന്നെ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻട്രൽ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഡോർ ചിലപ്പോൾ സെൻട്രൽ ലോക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ ആയിരിക്കും പിന്നെ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ പിന്നെ ഇത് GPS-ൻ്റെ ബട്ടൺ പിന്നെ ഇത് എന്തിൻ്റെ ബട്ടണാണോ ഇത് എന്തോ ഒരു ബട്ടൺ റെഡൊക്കെയാണ് കേട്ടോ അത് എന്തിനുള്ളതാണെന്നുള്ളത് അറിയില്ല പിന്നെ നമ്മുടെ എന്താ പറയുക മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ ഡിജിറ്റലും അനലോഗും 2 കൂടിയിട്ട് ഉള്ളതാണ് ഗിയർ കണ്ടോ ഇവിടെയാണ് സാധാരണ ട്രാവലറിൻ്റെ ഒക്കെ ഗിയർ വരുന്നത് ഇവിടെയാണ് മാറ്റുക ഇത് അതിന് പകരം ഇവിടെ ആയതുകൊണ്ട് നമ്മുടെ AC-ൻ്റെ ഒക്കെ പോലെ അതായത് ദോസ്തിൻ്റെ ഒക്കെ ഏറെക്കുറെ ഇവിടെയാണ് ഇത് 5 സ്പീഡ് ഗിയർ ബോക്സ് കമ്പനി വരുന്നത് തന്നെയാണെന്ന് കൊണ്ട് കേട്ടോ കെൻവുഡിൻ്റെ ഒരു സെറ്റ് പിന്നെ കുറേ നമ്മുടെ സ്വിച്ചുകൾ ലൈറ്റിൻ്റെതായിട്ടുള്ള ഫാനിൻ്റെ AC-യുടെ അങ്ങനെയുള്ള സ്വിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ബട്ടണും കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് അത് കൂടാണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ചാർജർ മാത്രമുണ്ട് അഡീഷണൽ പിന്നെ ഇത് എന്തിൻ്റെയാണ് എന്തോ ഒരു സംഭവമുണ്ട് പിന്നെ AC വെൻ്റ് പിന്നെ എന്നിട്ടാ പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ പറയത്തക്ക ഇതുകളൊന്നുമില്ല ഇത് AC-യുടെ തന്നെയാണെന്ന് കൊണ്ടിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട് പിന്നെ ഉള്ളിലത്തെ ലൈറ്റുകൾ സൺഷെയ്ഡ് റോയൽ വണ്ടി ഒന്നല്ല സാധാ വണ്ടി വിസിബിലിറ്റി അടിപൊളിയാണ് കേട്ടോ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിററിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ 2 ഗ്ലാസ്സിൽ നോക്കിയാലും ക്ലീൻ ആയിട്ട് കാണാം
പുഷ് ബാക്ക് തന്നെയല്ല, അടിപൊളിയാന്ന് മൊത്തത്തിൽ. അതുപോലെ നീ ഫ്രണ്ട് നോക്കി ഡ്രൈവറുടെ സീറ്റ് ഇതും ഇത് അടിച്ചിട്ടുള്ളതാണെന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ ആ സീറ്റ് പോലെ തന്നെയല്ലേ ഇതും ആവണ്ടേ. ഇത് കവർ അടിച്ചിട്ടുള്ളതാ, പക്ഷെ ഇത് സൂപ്പർ ആയിട്ടുണ്ട്. കവർ അടിച്ചിട്ടുള്ളത് നല്ല അടിപൊളി എന്ന് പറഞ്ഞാലേ ഒരു രക്ഷയില്ല. നമ്മുടെ ഒന്നും അടിച്ചിട്ടുള്ള പോലെയല്ല, അത് വേറൊരു ലുക്ക്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇതിന്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽ ഡ്രൈവർ സീറ്റിൽ വേണമെങ്കിൽ ഒന്ന് കയറി നോക്കി ആഗ്രഹം തീർത്തോ. ഈ പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോഴാണ് ഞാൻ എല്ലാ വണ്ടിയിലും കയറി ഇരുന്നിട്ടും അതുപോലെ തന്നെ വണ്ടി ഓടിച്ചിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ തീർക്കണേ. അതേപോലെ അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ തീർത്തത് ഇതൊക്കെ നമുക്ക് മേടിച്ചിട്ട് ഒരിക്കലും ഓടിക്കാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ കാണുമ്പോ ആഗ്രഹങ്ങൾ തീർക്കുക. ഗിയറൊക്കെ അടിപൊളിയല്ലേ, സെറ്റപ്പ് അല്ലേ? അതന്നെ, ഇതിപ്പോ കാറിനായിട്ട് സുഖാ. ശരിക്കും പറഞ്ഞ ഹൈറ്റിലല്ലേ, ഇരിപ്പും നല്ല ലുക്കും അടിപൊളിയല്ലേ. മിററൊക്കെ നോക്കി, നീ മിററിക്കണ നോക്കിയ ബാക്കിലേക്ക് എന്തുട്ടാന്ന്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളി ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഈ വണ്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രാവലറിനേക്കാളും കൂടുതൽ ആൾക്കാർ വിളിച്ചു തുടങ്ങും. കാരണം പുഷ് ബാക്കും അതേപോലെയാണ്. കമ്പനി വരുമ്പോൾ തന്നെ പുഷ് ബാക്കാണ്, സ്പേസും ഉണ്ട്. പക്ഷെ സീറ്റ് ലേശം ടൈറ്റ് നിനക്ക് തോന്നണ്ടാ? സീറ്റ് ചെറിയ സീറ്റ് പോലെ തോന്നണ്ടോ? ഇല്ല അല്ലെ? ട്രാവലറിന്റെ എത്ര തന്നെയുള്ളൂ? വലിപ്പം ഉണ്ടെന്നോ? എനിക്ക് ഇല്ലാന്ന് തോന്നി ഇത് കണ്ടപ്പോ. ഇങ്ങനത്തെ ഷേപ്പ് കാരനായിരിക്കും അല്ലെ? ശരിയാ. എനിക്ക് തോന്നണത് ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ഈ സൈഡിൽ നിന്നുള്ള ബൾജിങ്ങും ഒക്കെ കാരണം നമുക്ക് ഇത് ചെറുതാന്ന് തോന്നണേ. ശരിക്കും വലുത് തന്നെയാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തിട്ടുള്ള AC-യുടെ വെന്റുകൾ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ വേറെ ലൈറ്റുകൾ. പിന്നെ കർട്ടൻ ഇട്ട കാരണം ആകെ ഒരു ഇരുട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. സീലിങ്ങോ കാര്യങ്ങളൊന്നും അങ്ങനത്തെ വർക്കുകളോ സംഭവങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ട്രാവലർ ചെയ്യണ പോലെ മരത്തിന്റെ പണികളും പ്ലൈവുഡിന്റെയും ലൈറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു പണിയും ചെയ്തിട്ടില്ല. ഇതാകെ വേറെ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്ന വണ്ടിയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു അലോയ് വീൽ എന്നുള്ള ഫീലാണ്. വീൽ ഡിസ്ക് തോന്നില്ല, അതേ ടൈപ്പാണ് ഇതിന്റെ സംഭവം. FM 2.6 CR ഇതാണ് ഈ വണ്ടി. ഇത് കമ്പനി വരുന്നതാണോ? ഇതാവാൻ ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷം. ഇനി പോയിട്ട് ഒരാഴ്ച വണ്ടിന്ന് ഇറങ്ങല്ലേ, ടൂറ് പോവാ. അത് ചാരി കൂടി പോകുമ്പോഴേ ഈ കൈ വെക്കണത് പൊങ്ങി പോകും. നിവർത്തി കഴിഞ്ഞാൽ താഴ്ത്തേക്ക് വരും. ഇപ്പൊ കറക്റ്റ് അല്ലേ കൈ വെക്കണത്? അതും ശരിക്കും അതനുസരിച്ച് വ്യത്യാസം വരണല്ലേ. എന്നാലും എയിം ഉണ്ടാവുള്ളൂ. നീ ഫുൾ കെടുത്തിട്ടെ നോട്ടെ. എയിമില്ല, കെടുത്തിട്ടെ ഇത്ര ഉള്ളു മാക്സിമം. ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ പിന്നെ കൈ വെക്കണ സാധനം മുകളിലേക്ക് നിർത്തി വെക്കണം, എന്നാലേ എയിം കിട്ടുള്ളൂ. ആണോ? കുഴപ്പമില്ല, റോയലാണ്. അടുത്ത കൊല്ലം ശബരിമലയ്ക്ക് നമുക്ക് ഈ വണ്ടി ബുക്ക് ചെയ്താലോ? ഇത് എത്ര സീറ്റാ? 17 സീറ്റാണത്. പക്ഷെ വണ്ടി കാണുമ്പോൾ തീരെ ചെറുതുപോലത്തെ ഒരു ഫീൽ അല്ലേ. 17 സീറ്റ് വണ്ടിയാണെന്നൊന്നും പറയില്ല കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി വണ്ടി ഒരു 12 സീറ്റ് 14 സീറ്റ് വണ്ടിയുടെ അത്രയാണ് സാധാരണ ഗതിക്കുള്ള ലെങ്ത്തും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള വിഡ്ത്തൊക്കെ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ സംഭവം വലിയ വണ്ടിയാണ്. പിന്നെ ഫിക്സഡ് ഗ്ലാസ് ആണ്. ഗ്ലാസ് ഒന്നും മാറ്റാൻ പറ്റില്ല. AC വർക്ക് ചെയ്തില്ലെങ്കിൽ ചൂടെടുത്ത് ചാവും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാ ഗ്ലാസ്സുകളും അങ്ങനെയാണ്. നല്ല വണ്ടിയാണ് കേട്ടോ, കാണാൻ കുഴപ്പമില്ല. അതെ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം കളറാണ് കേട്ടോ നമ്മുടെ വണ്ടിക്ക് അടിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഡാർക്ക് ഗ്രേ. കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മൊത്തത്തിൽ വരുമ്പോൾ ഇതേപോലെ ടോപ്പൊക്കെ വരുമ്പോഴാണ് ആ ലുക്ക് അറിയുള്ളൂ. ഇത് കണ്ടോ, ഇതേപോലെ നിൽക്കും ഡാർക്ക് ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിയേ, നമ്മൾ ഇതേ കളർ തന്നെ അടിച്ചു കഴിഞ്ഞാൽ പൊരിക്കില്ല എന്ന് പറയണേ. പൊരിക്കും. ഇത് ചെളിയായിട്ടാണ് കേട്ടോ പൊരിയാത്തത്. അയ്യോ എന്റെ പൊന്നെ, കട്ട ചെളിയാ. കൂറും കൈ കൊണ്ട് തൊടാണ്ടിരിക്കാൻ നല്ലത്. പക്ഷെ ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞ പോലെ ചായ കുടിച്ചാലോ എന്നാ? അത് ശരിയാ. അതല്ല, ആ ലുക്കല്ല. ഇത് കാറിൽ ചെന്നിറങ്ങണതിന്റെ വില കിട്ടും, അല്ലാതെ ട്രാവലറിൽ ചെന്നിറങ്ങണതിന്റെ വിലയല്ല. ശരിയാ, റോയൽ അതെ. കാരിവാനിന്ന് ഇറങ്ങണ പോലത്തെ ഒരു ഫീല് തോന്നുന്നു അല്ലേ? ശരിയാ. നീ മലയ്ക്ക് വേണമെങ്കിൽ 2 സീറ്റ് ഇതിൽ കൂട്ടിയിടാം. അതായത് ഇവിടെ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് വേണമെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കയറി ഉറങ്ങും ചെയ്താൽ മതി. ആൾക്കാർ എണ്ണം കൂട്ടാൻ സുഖമായിട്ട്. അതാ പറഞ്ഞ കിടന്നുറങ്ങാം. ശരിക്കും പറഞ്ഞ അല്ല, അത് തന്നെയല്ല ശരിക്കും പറഞ്ഞ ഇങ്ങനെ ക്രോസ് കിടക്കുകയാണെങ്കിൽ സുഖമായിട്ട് കിടക്കാൻ പറ്റൂലോ. കാലം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാം. ഒരു 5-6 ആൾക്ക് കിടക്കാം. ഓരോ സീറ്റിന്റെ ഗ്യാപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പറ്റും. ചായ വേണ്ടെന്ന് പറയണേ. എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാന്ന് തോന്നുന്നുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് വരാം.
അപ്പൊ അതും അടച്ചു. നേരെ ഒരു ചായ കുടിക്കാൻ പോയിട്ട് വരാം കേട്ടോ ഗായ്സ്. രാത്രിയായി. അപ്പൊ ഞങ്ങളൊരു ചായയും കുടിച്ച് വന്നു. രാജേഷ് ഹാപ്പി അല്ലേ? ഇനി ലുലുവില് ഇക്ക കുറെ നാളായി അവനൊരു ആഗ്രഹം. ലുലു ഇന്നാള് ഞങ്ങൾ വൈമാളി പോയി. എവിടെ? നമ്മുടെ തൃപ്രയാറ്. യൂസഫ് അലിയുടെ ലുലു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ പോയപ്പോഴാണ് ഇവൻ എന്നോട് പറഞ്ഞ എറണാകുളത്ത് ഇതേവരെ പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും ഞാൻ എറണാകുളത്ത് പോകണമെങ്കിൽ ഇവൻ അവിടെ കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ അതിന് ശേഷം അവിടെ ചെല്ലുമ്പോ ഇപ്പൊ യൂസഫ് അലി അത് നോക്കൊന്നുമില്ല അല്ലെ? തൽക്കാലത്തേക്ക് വല്ല പണിക്കാരുടെ പാന്റ് വേണോ? വേണ്ട, ഇതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. കാവ്യമുണ്ട് എവിടെ ചെന്നാലും വിലയുണ്ട്. ഇന്ന് നമ്മള് ലുലു ബിരിയാണി കഴിക്കുന്നതായിരിക്കും. അവനൊരു ലുലു ബിരിയാണിയാണ്. ഏത് എന്തിട്ടാ ലുലുയുടെ അകത്ത് ബിരിയാണി ഏതാണെന്നറിയോ? കോഴിക്കോട് ടീമിന്റെ ബിരിയാണി ഉണ്ടല്ലേ എന്റെ പൊന്നു. ഏത്? നമ്മുടെ ഇതിന്റെ ഉള്ളിലാണ് പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ. ഹൈപ്പർ മാർക്കറ്റിന്റെ അകത്തല്ല, ഫസ്റ്റ് ഫ്ലോറിൽ. അതേതാ? ഒന്ന് അന്വേഷിക്കും. എന്റെ പേര് എനിക്ക് കിട്ടണല്ല. കുഴപ്പമില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് അപ്പൊ എന്നാ ഞങ്ങള് നേരെ പോട്ടെ. അപ്പൊ ലുലു ഞങ്ങള് ലുലു. ഓക്കെ ശരി. വീടിന്റെ ഇക്കന്റെ വീട് ആ ഭാഗത്തല്ലേ? അതെ, ലുലുവിന്റെ സൈഡിലാ. അപ്പൊ ശരി. എന്നിട്ട് വേണം അവന് ഓൾ ഇന്ത്യ പോകാനായിട്ട്, വണ്ടി കൊണ്ട് ഓൾ ഇന്ത്യ പോകാനായിട്ട് അല്ലേ? അതെ, പ്ലൈവുഡ്, പൈനാപ്പിള്, ഇഞ്ചി ഒക്കെ കൊണ്ട് പോണം. നമ്മുടെ വണ്ടി ഇറക്കുമ്പോഴേ വണ്ടി സെറ്റപ്പ് ആയിട്ട് ഇറക്കണ്ടേ? അതാണ് അല്ലേ? അതന്നെ. അപ്പൊ ശരിക്കാ. അപ്പൊ നേരെ ലുലുവിലേക്ക് വിട്. രാജേഷേ, ലുലു മാള്, ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണണ്ട നീ? ഇത് എനിക്ക് തന്നെ ശരിക്കും കാണുന്നില്ല. ശരിയാ, അതെ അവിടെ ഇവിടെയൊക്കെ ബോർഡുണ്ട്. അങ്ങനെ രാജേഷ് ആദ്യമായിട്ട് കണ്ടിരിക്കുകയാണ്. ഏത് കണ്ടിരിക്കുകയാണ്? ലുലു കണ്ടിരിക്കുക. ലുലു മാളിൽ കയറാൻ പോവാണ്. അതും ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് ലുലു മാളിൽ കയറാൻ പോവാം. ലുലു മാളിന്റെ പുറത്തുനിന്ന് നേരെ അകത്തേക്ക് എൻട്രൻസിലേക്ക് അങ്ങോട്ട് കിടക്ക്. ഒന്നും നോക്കണ്ട, അതന്നെ ഇത് തന്നെ എൻട്രൻസ്. പോട്ടെ. എനിക്ക് തോന്നണ കേരളത്തിലെ ഏറ്റവും വലിയ ലുലു മോള് എറണാകുളത്തെ ആണെന്നാണ് എനിക്ക് തോന്നണത്. അതേ ഇനി തിരുവനന്തപുരത്തെ ആണോ എന്നുള്ളത് അറിയില്ല കേട്ടോ നിലവില്. ഇപ്പൊ എന്തായാലും ഏറ്റവും വലിയ മോളുടെ ഉള്ളിലേക്ക് നീ വന്നിട്ടുള്ളേ പോരെ. ആ വണ്ടികൾ പോണതിന്റെ പിന്നിൽ പൊക്കെ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാം താഴത്ത്. എന്നിട്ട് വരാം. താഴത്തെ അണ്ടർഗ്രൗണ്ട് മുഴുവൻ പാർക്കിംഗ് ആയിടുന്ന സ്ഥലമല്ലേ? നമ്മൾ നോക്കിയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോ വണ്ടി തപ്പി നടക്കേണ്ട വരും. പോട്ടെ, അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് പൊക്കോ. അത് അവര് ആൾക്കാരെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നിർത്തിയിട്ടുള്ളത്. ഓണടി അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും. പോട്ടെ. ആ ഓട്ടോഷയുടെ പിന്നിൽ ഇങ്ങനെ വിട്ടോ. ഗായ്സ്, ഞങ്ങൾ അങ്ങനെ ലുലുവിന്റെ ഉള്ളിൽ എത്തിയിട്ടാ. ഇവിടെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അതും ഇതൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് കേട്ടോ. അതൊക്കെ കാണാൻ പറ്റിയില്ല. അതെ, അത് തന്നെയല്ല. ഇപ്പൊ നിനക്ക് ഇതൊക്കെ കാണാൻ പറ്റിയില്ലേ? നീ നോക്കിയത് അത് തന്നെയല്ല. വണ്ടി പാർക്കിംഗ് ഒക്കെ നോക്കി. നീ എവിടേക്ക് പോണെന്ന് മനസ്സിലായോ നിനക്ക്? അതന്നെ, 9 മണിയാവും പാർക്കിംഗ് കഴിയുമ്പോ തന്നെ. ഇത് ഇവരുടെ എന്ന് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇത് ശരിക്കും ഇവരുടെ ഗ്രൂപ്പിന്റെ തന്നെയാണ് ഈ ഒരു സാധനം. ഹയാത്ത് അല്ലേ ഇതിന്റെ പേര്? അതെ, ഹയാത്ത് അല്ലേ? അല്ല, മാരിയറ്റ്. ഇവരുടെ ലുലുവിന്റെ തന്നെയാണോ മാരിയറ്റ് എന്നുള്ളത് അറിയില്ല കേട്ടാ. ശരിക്കും ഇവരുടെ ഇതിന്റെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത് സാധാരണ കാണുന്ന ഹയാത്തും മാരിയറ്റും ആണ്. എനിക്ക് തോന്നുന്നത് ഇതും യൂസഫ് അലിയുടെ ആണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ നമുക്ക് ഇതേപോലെ ഇവിടെ പാർക്കിങ്ങിന് പൈസ ഉണ്ടോ ഇപ്പോൾ എന്നുള്ളതും അറിയില്ല. അറിയോ നിനക്ക്? പാർക്കിങ്ങിന് പൈസ ഉണ്ടോ? ഇവിടെ നിന്നല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ ചോദിച്ചു നോക്കാം. പാർക്കിങ്ങിന് പൈസ ഉണ്ടാവുമായിരിക്കും എന്തായാലും. ഒരിടയ്ക്ക് നിർത്തലാക്കിയായിരുന്നു. ഇപ്പൊ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. രാജേഷ് കയറി വന്നപ്പോ എന്ത് കിട്ടി ഇവിടുന്ന്? നമസ്കാരം. കാർ പാർക്കിംഗ് കണ്ടിട്ട് തന്നെ ഞെട്ടിയില്ലേ നീ? ലുലു ആദ്യമായി കണ്ട രാജേഷിന്റെ മുഖമാണ് ഈ കാണുന്നേ. ചിരി നിർത്താൻ പറ്റുന്നില്ല. ഹാപ്പി ആയിരുന്നു. നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് വരാം. നമുക്ക് ഏറ്റവും മുകളിലത്തെ ഏതാ? ലുലു കണക്ട് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ. അവിടുന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കണ്ടുപോവാം. ഓക്കെ. രാജേഷിന് ആദ്യം തന്നെ കൊണ്ടുവന്ന് കുട്ടികളുടെ കളിക്കുന്ന സ്ഥലത്താണ് കേട്ടോ. ഫുൾ കളിപ്പാട്ട സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുവന്നത്. ഇതിൽ ഏതിൽ കയറി ഇരുന്ന് കളിക്കണം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന കളി കളിക്കണം. രാജേഷേ, നല്ല രസമാടാ. അത് ഏത് കണ്ടില്ലേ? കാറൊക്കെ ഓടിപ്പിക്കാം. ദേശം ഇതേ ഇത്ര വലിയ സ്ക്രീനിൽ നമ്മൾ ഇരുന്ന് പോണങ്ങനെ കാണാം. അടിപൊളിയാ. കണ്ടില്ലേ? ഇവിടെ മൊത്തം കളിസ്ഥലങ്ങളാണ്. പിന്നെ KFC, അതുപോലെ തന്നെ ഫുഡ് കോർട്ട്. അപ്പൊ ഞങ്ങൾ ഇതിന്റെ മുകളിൽ ഏറ്റവും മുകളിലേക്കാണ് കേട്ടോ ആദ്യം വന്നത്. അപ്പൊ എല്ലാം അങ്ങനെ നടന്ന് കണ്ടോണ്ടിരിക്കുക. ഒരു 2 മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ള എല്ലാം കണ്ട് തീർത്ത് പോകണം. ലുലു മോളിലേക്ക് ഞങ്ങൾ ടൂർ വന്നാണ് ഗൈസ്. ടൂറ് KFCയുടെ ഉള്ളൊക്കെ ഇന്റീരിയറൊക്കെ ചെയ്ത് മാറ്റം വരുത്തിയില്ല. അടിപൊളിയാക്കിയല്ലോ. പക്ഷെ TV കണ്ടാ വെറും 4,90,000 രൂപയുള്ളൂ സോണിയുടെ ഈ ടിവിയുടെ വില. കണ്ടാ?
വില കുറച്ച് കൊടുക്കുക ഇപ്പൊ. ശരിക്കുള്ള വില 8 ലക്ഷം 9 ലക്ഷമാണ് ശരിക്കും ഇപ്പൊ പറയണേ കാശെടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ 9 ലക്ഷത്തിന്റെ സാധനമാണ് ഈ വില കുറച്ച് ഇവര് 5 ലക്ഷത്തിന് കൊടുക്കുക, 490 കൊടുക്കണത്. പിന്നെ ഇത് 1.26 ഒക്കെ ഉണ്ട്. നിനക്ക് ഏതാ വേണ്ടതെന്ന് പറയാം, അതോ മേടിച്ചിട്ട് പോകാൻ നമുക്ക്. കാശെടുക്കാൻ പറഞ്ഞില്ലേ? അയ്യോ കാർഡ് കൊടുത്തില്ല നീ? ആ പെട്ടു. അത് വിലയാണ് എഴുതി വെച്ചേക്കണേ. ഇനി ഇവിടെ ഉള്ളത് കണ്ടിട്ട് പോവാം നമുക്ക്. എന്തായാലും വന്നതല്ലേ. അങ്ങനെ രാജേഷിന് ഫുള്ള് സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഏറെക്കുറെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ എല്ലാ സാധനത്തിലും കയറി ഇറങ്ങി. സന്തോഷമായില്ലേ നിനക്ക്? പൈസ ഒന്നും കൊടുക്കാണ്ട് നീ എല്ലാത്തിലും എൻജോയ് ചെയ്യാല്ലേ. ഇതൊക്കെ പാർക്കിൽ പോവാണെങ്കിൽ എത്ര കൊടുക്കണം അറിയാം. പൈസ കൊടുക്കാണ്ട് കാണാല്ലേ, ഭയങ്കര സന്തോഷം. സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അതായത് നമ്മളുടെ ഹൈപ്പർ മാർക്കറ്റിൽ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, അവിടേക്കാണ് പോണത്. ഇത് മുത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ നേരം നോക്കിയിരുന്ന സാധനം ഈ റോബോട്ട് കണ്ടോ, അടിപൊളി സാധനമാണ്. നോക്കി. അപ്പോൾ അങ്ങനെ ലുലു ഏറെക്കുറെ മൊത്തം കണ്ടു കഴിഞ്ഞതിൽ നിന്നും രാജേഷിന് എന്ത് മനസ്സിലായി? രാജേഷ് ഒന്നും വാങ്ങാൻ പാടില്ല. ഒന്നും വാങ്ങാൻ പാടില്ല. അതെന്താ? അത് ശരിയാട്ടാ. നമ്മൾ സാധാരണ കടകളിലൊക്കെ ചെന്നിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് ലുലുവിൻ്റെ ഉള്ളിലേക്കൊക്കെ വന്നിട്ട് ഹൈപ്പർ മാർക്കറ്റ് അല്ലാണ്ട് മറ്റുള്ള കടകളില്ലേ, അവിടെ ചെരുപ്പ് നോക്കി, ഷൂ നോക്കി, വാച്ച് നോക്കി ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷർട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ബോധം കിട്ടി പോകും. അത്ര വില കൂടുതലല്ലേ. എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമല്ല, അല്ലാണ്ട് ഒരെണ്ണം ബ്രാൻഡഡ് ഇല്ലാത്തില്ല. നമുക്കൊക്കെ എന്തിനും ബ്രാൻഡ് വല്ലപ്പോഴും വല്ല ആഗ്രഹത്തിന് പുറത്ത് 1-2 ബ്രാൻഡ് മേടിക്കുന്നുണ്ട്. എല്ലാ ബ്രാൻഡ് മാത്രം ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ ട്രൗസർ കയറിപ്പോകും. അതാണ് പ്രശ്നം. ജാക്ക് ആൻഡ് ജോൺസ് ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഏതായാലും വലിയ ആൾക്കാരുടെ കാറാന്നുകൊണ്ട് ഉള്ളിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കണ കണ്ട. വേറെ ഏതെങ്കിലും കാറ് നമുക്ക് ഉള്ളിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കണ കണ്ട. ഏതോ കോടീശ്വരന്മാർ ഇത്ര ഉള്ളിൽ വരെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് വരെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കാണ്. ഇതൊക്കെ മനസ്സിലാവുണ്ടോ നമുക്ക്? നമുക്കില്ല. നമ്മുടെ വണ്ടിയൊക്കെ താഴ്ത്തിട്ടിട്ട് വരേണ്ടി വന്നു. അതെ. അല്ലല്ല, ഞാൻ ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. C11 അങ്ങനെ എന്താ കണ്ടാണ്. C2 അല്ലേ? അതെ. അപ്പം ഇനിയിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ. ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഇത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് അല്ലറ ചില്ലറ സാധനം മേടിച്ചോ എന്ന് പറഞ്ഞു. ബ്രെഡും പഴമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ആ സാധനങ്ങൾ മേടിച്ചിട്ട് പോകാൻ പറ്റും. എനിക്ക് നല്ല മണമല്ലേ? അതാണ്. ഈ ബെല്ലടിക്കാൻ നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ 1 മണിക്കൂർ എന്തായാലും പോക്കാം. വേണ്ട, എന്തായാലും ഇവിടെ വന്ന നിലയ്ക്ക് നമുക്ക് ഇവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. അത് മസ്റ്റ് ട്രൈയാ. നീ ഇപ്പോഴെ വരിയിൽ നിന്നോ, ഞാൻ പോയി സാധനം മേടിച്ചിട്ട് വരാം. അത് നല്ലത്. നോക്കിയേ, ഉള്ള കൗണ്ടറൊക്കെ ഫുള്ളാ. രാജേഷ് ഈ സാധനങ്ങൾ കണ്ടിട്ട് പച്ചക്ക് തിന്നാന്ന് പറയണ വിശന്നിട്ട്. ഈ ഞണ്ടിനെ എടുത്തറന്നാ ഞണ്ട് ജീവണതാ. അതേ വർക്ക് ചെയ്യണു. കയ്യും കാലൊക്കെ കിട്ടിയിട്ടേക്കണാരും കുഴപ്പമില്ല. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ കുറേയൊക്കെ കണ്ടു. ഇനിയിപ്പോൾ എന്തായാലും കഴിക്കാനുള്ള സാധനം മേടിക്കട്ടെ. എന്തായാലും വന്ന നിലയ്ക്ക് ഇതൊക്കെ നോക്കി പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവരുടെ എന്താ പറയുക, ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഈ മീനിറച്ചിയുടെ സ്ഥലത്തേക്കാണ് ഏറ്റവും അധികം ഫസ്റ്റ് ഓടി വരിക. നമ്മൾ നോക്കാനൊക്കെ ആയിട്ട് കണ്ടില്ലേ, കൂന്തൽ കിടക്കുന്നുണ്ട്, ഞണ്ട് കിടക്കുന്നുണ്ട്, ചെമ്മീൻ കിടക്കുന്നുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. ആട്ടുംകാരി കിടക്കുന്നുണ്ട്. പക്ഷേ വേണമെങ്കിൽ മേടിച്ച് കഴിഞ്ഞാൽ സൂപ്പ് വയ്ക്കാം. അതിൻ്റെ ഫുൾ ഐറ്റംസാണ് കേട്ടോ. ആടിൻ്റെ കാല്, ബൂട്ടി, മണി അത് കിഡ്നിയാണ്, ലിവർ, തലച്ചോറ്, എല്ലാ സംഭവങ്ങളും അതേ നോക്കി. എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. വേണമെങ്കിൽ 2 കിലോ മേടിച്ചോ ബ്രെയിനൊക്കെ. നീ തലച്ചോറ് തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ നിനക്കും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. മട്ടൻ്റെ പല പല ഐറ്റംസ് ഉണ്ട്. മട്ടൻ മേടിച്ച് പോയാൽ വീട്ടിലെത്തുമ്പോഴേക്കും നാശമാവും. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും. അതാണ് എൻ്റെ പേടി. അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ച് പോയിരുന്നു മട്ടൻ്റെ. നമ്മുടെ അവിടേക്ക് ബീഫിന് 400 ആക്കി ഇവരറിഞ്ഞാ. ഇവിടെ നോക്കിയേ 320 ഉള്ളൂ. അതും ബോൺലെസ് നല്ല പെട സാധനം. 380 ഇത് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താ പറയുക, പശു ഇറച്ചിയും അല്ലെങ്കിൽ മൂരിയിറച്ചിയും അല്ലെങ്കിൽ പോത്തിറച്ചി അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് പലതിനും പല വിലയാണ്. ഇത് 320. അത് തമ്മിൽ എന്ത് വ്യത്യാസം അതറിയില്ല കേട്ടോ. ഇത് 320 ഉള്ളൂ. 320. ലുലുവിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈന്തപ്പഴത്തിൻ്റെ പല പല വെറൈറ്റികൾ കാണാം കേട്ടോ. അതുണ്ട് എത്ര വെറൈറ്റികളാണ്. മറ്റേ ഡ്രൈ, ജ്യൂസി ടൈപ്പ് ഒന്നും വേണ്ട, എന്തൊക്കെ ടൈപ്പ് ഉണ്ടോ അതൊക്കെ കാണാം. അത് ലുലുവിൽ മാത്രമാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും വിലയും അതുപോലെ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. കണ്ട പക്ഷേ ബാ. അതേപോലെ കാണാത്ത കുറേ ഫ്രൂട്ട്സുകൾ കാണാൻ പറ്റും, വെജിറ്റബിൾസ് കാണാൻ പറ്റും. കാണാത്ത ടൈപ്പ് കേട്ടോ. സാധാരണ കാണുന്നത് വിട്ടിട്ട് നമ്മളുടെ എന്താ പച്ചക്കറി മാർക്കറ്റിലും ഫ്രൂട്ട്സിൻ്റെ സ്ഥലത്തൊന്നും കാണാത്ത ടൈപ്പ് കുറേ എണ്ണമൊക്കെ ഇവിടെ കാണാറുണ്ട്. ഇത് കണ്ടില്ലേ,
എന്ത് വലിപ്പത് പുറത്തുനിന്ന് വരുന്നതാ. എത്ര വെറൈറ്റി ആപ്പിളാന്ന് നോക്കിയേ. എന്താ പൊന്നേ, ഇതൊക്കെ വെവ്വേറെ ടൈപ്പ് ആപ്പിളാട്ടോ. എല്ലാത്തിൻ്റെയും വിലയും വെവ്വേറെ തന്നെ. ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളേ വിലയും ചോദിക്കണം, അതേപോലെ തന്നെ ക്വാളിറ്റി നോക്കണം. ഇതിപ്പോൾ ഏറ്റവും വില കൂടിയത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത്, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സൈസും സംഭവങ്ങളൊക്കെ നോക്കി 259 രൂപ കിലോ ആപ്പിളാട്ടോ. പക്ഷേ പെയിൻറ്റ് എടുത്തിട്ടുള്ള ആപ്പിൾ കണ്ടോ. ഇതുപോലൊക്കെ ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് വാർണിഷ് അടിച്ചിട്ടുണ്ട്. വാർണിഷ് പോളിഷ് അടിച്ചിട്ടുണ്ട്. അങ്ങനത്തെയാണ് കണ്ടാ. ഇതൊക്കെ കണ്ടണ്ട നീ? ഇതൊക്കെ എന്തിട്ടാണെന്ന് മനസ്സിലായി. ഏകദേശം ഈ സാധനമൊക്കെ എന്തിട്ടാണ് കറി വയ്ക്കുന്ന സാധനങ്ങളാ. കണ്ടണ്ട അതിന് മുന്നേ ഞാനും കണ്ടിട്ടില്ല. അത് എന്തിട്ടാന്നുള്ളത് എനിക്കും അറിയില്ല. അല്ല, ഇത് എന്തിട്ടാന്നുള്ളത് അറിയില്ലല്ലോ. എനിക്കും അറിയില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഇതിന്റെ പേരൊന്നും കമന്റ് ചെയ്തോളൂ. ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അടിയിലൊന്നും എഴുതിയിട്ടും കാണില്ല. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയിട്ടുണ്ടാവും സാധാരണ. അതും ഇല്ല. ഞങ്ങൾ ബിരിയാണിയുടെ അടുത്ത് വന്നു. ലാസ്റ്റ് ബിരിയാണി കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ട് കുറേ സാധനങ്ങൾ അത് ഇതൊക്കെ കണ്ടെങ്കിലും 2 ടൈപ്പ് ബിരിയാണി ഉണ്ടായിരുന്നു. ഒന്ന് ഹൈദരാബാദ് ബിരിയാണി, ഒന്ന് മലബാർ ചിക്കൻ ബിരിയാണി. അപ്പോൾ രാജേഷിന് ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു. ഞാൻ മലബാർ ചിക്കൻ ബിരിയാണി. അപ്പോൾ അങ്ങനെ 2 ബിരിയാണി കൂട്ടിയിട്ട് സെറ്റാക്കാൻ പോവാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബിരിയാണിയും ബ്രെഡും ചിക്കൻ റോസ്റ്ററും ഒക്കെ ആയി. ഇനി എന്തിട്ടാ വേണ്ടേ? ഇനിയിപ്പോൾ എന്തിട്ടാ വേണ്ടേ? വണ്ടി ലോഡായിട്ടില്ല. ബാന്നോ ലോഡാക്കാം. ഇനി എന്തിട്ടാ കിട്ടണമെന്ന് നോട്ടെ. ഇനി ബില്ലടിക്കാനുള്ള സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇടുക. ഇനി എന്തെങ്കിലും വേറെ കിടിയും കിട്ടുമെന്ന് നോട്ടെ. അതവിടെ എന്താ സാധനം ഇരിക്കുന്നത്? വാ അത് കിടി നോക്കാം. ഇവിടെ എന്താണ് ഇരിക്കുന്നത്? ചിക്കൻ്റേതായിട്ടുള്ള ഐറ്റംസാണ്. ഫിഷാണ്. ഇതെന്താ? ഗ്രിൽഡ് ഫിഷ്, ഗ്രീൻ പെപ്പർ. ഓ, കറങ്ങി നടന്ന് ഞങ്ങൾ അവസാനം ഫുഡ് കോർട്ടിൻ്റെ അവിടെ വരെ എത്തി. ഇവിടെ ഫുഡ് കോർട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനൊരു ബിരിയാണി, എന്നിട്ട് മലബാറി ബിരിയാണിയും പറഞ്ഞു. രാജേഷ് ഹൈദരാബാദി ബിരിയാണി പറഞ്ഞു. ഇതാണ് എൻ്റെ മലബാറി ബിരിയാണി. എൻ്റെ ഹൈദരാബാദി ബിരിയാണി എന്നാ. പിന്നെ ഇത് ഞങ്ങൾ മറ്റേ ഇതും പറഞ്ഞു. പിന്നെ ബ്രെഡും അതുപോലെ തന്നെ കോളയും. അത് ആവശ്യമില്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. റോസ്റ്റഡ് ചിക്കൻ നെസ്റ്റോനേക്കാളും അടിപൊളി ലുലു തന്നെയാണ് കേട്ടോ. ബിരിയാണി ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. കഴിച്ചു നോക്കി രാഷ്ട്രം എങ്ങനെയുണ്ടെന്ന്. ഈ തിന്ന കാലം മറന്നല്ലേ പറഞ്ഞ റോസ്റ്റർ? അന്ന് നമ്മൾ കഴിച്ചാൽ കുറേ കാലങ്ങളായി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് പ്രാവശ്യം കഴിച്ചായിരുന്നു. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ലുലൂസ് ചിക്കൻ നല്ലതാണോ? ഒന്നും പറയാറായിട്ടില്ല അല്ലേ? ആസ്വദിക്ക്, എന്നിട്ട് പറഞ്ഞാൽ മതി. നന്നായിട്ടുണ്ട്. അതാണ് വേണ്ടത്. നന്നായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇപ്പം എന്നെ ഇറക്കി ലിഫ്റ്റിൽ വിടാനാ. ഞാൻ രാജേഷിൻ്റെ ഹൈദരാബാദിയും കഴിച്ചു, അതുപോലെ രാജേഷിൻ്റെ മലബാറിയും കഴിച്ചു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നോക്കി. പക്ഷേ മലബാറിനേക്കാളും നല്ലത് ഹൈദരാബാദി അല്ലേ? ടേസ്റ്റ് കൂടുതൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മലബാറിയുടെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക കുഴഞ്ഞു. അത് തന്നെയല്ല ഒരു മധുരപ്പ്, അതായത് രസം കൂടുതൽ. ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് ഇതല്ലേ ഹൈദരാബാദിയുടെയാണ്. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് രണ്ടും അടിപൊളി സാധനം. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. അതല്ലാണ്ട് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നറിയോ? അരിയുടെ വ്യത്യാസം. അത് നീളൻ അരി. ഇതിൻ്റെ അരി നീളനാണ്. ഇതിൻ്റെ അരി നോക്കി ചെറുമണി. അതാണ് ഈ ഹൈദരാബാദിയും ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് കോഴിക്കോടൻ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ വ്യത്യാസം അരികളുടെയും കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെപ്പിൻ്റെയും, അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. സ്വസ്ഥമായി ഞങ്ങളുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് ഫുഡ് കഴിക്കുമ്പോൾ ലുലു ആയിട്ടാണെങ്കിൽ അപ്പോൾ കമ്പയർ ചെയ്യാൻ നെസ്റ്റോയെ ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലുലുവിലത്തെ ബിരിയാണി ശരിക്കും പറഞ്ഞാൽ നെസ്റ്റോയുടെ ബിരിയാണിയുടെ അത്ര എയിമില്ല. പക്ഷേ നമ്മളുടെ എന്താ പറയുക, റോസ്റ്റഡ് ചിക്കൻ നോക്കുമ്പോൾ അവിടത്തെക്കാളും നെസ്റ്റോനേക്കാളും എയിം ഇവിടെയാണ്. രണ്ടിനും 2 സ്ഥലമാണ് കേട്ടോ. നല്ലത്. ഹാപ്പി അല്ലേ? പോല്ലേ? ഇനി നേരെ വീട്ടിലേക്ക്. 1.5 മണിക്കൂർ വീട്ടിലേക്കുള്ള യാത്ര. നീയാ ഡ്രൈവർ? ഞാനാ ഡ്രൈവർ? എന്നാൽ ഞാൻ ഡ്രൈവർ. ഓക്കെ. അപ്പം ഇനി തിരിച്ച് അതന്നെ ഇവർ വീട്ടിൽ കൊണ്ടുവന്നാക്കണം. എന്നിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് വരാൻ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ലുലുവിലത്തെ കാഴ്ചകളെല്ലാം രാജേഷിനെ കാണിച്ച് കൊടുത്ത് ഫുള്ള് 3 നിലയും ഫുള്ളായിട്ട്. എത്ര ഈ സമയം? നമ്മൾ 6 മണിക്ക് പോകുന്നതല്ലേ? 6 മണിക്ക് പോകുന്നതല്ലേ? ഓ, ഇക്കയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് 6 മണിക്കല്ലേ വന്നേ? 7. അപ്പോൾ 7, 3, 10 കറക്റ്റ് 3 മണിക്കൂർ നമ്മൾ. അപ്പോൾ 2.25 മണിക്കൂർ സ്പെൻഡ് ചെയ്തു ലുലുവിൻ്റെ ഉള്ളിൽ. അപ്പോൾ എല്ലാം അടിച്ച് കലക്കി ഫുൾ കണ്ടു. ഹാപ്പി ആയി. ഇനി എന്തെങ്കിലും കാണണമെങ്കിൽ ബാക്കി അതെ, അത് തന്നെയല്ലേ. ഏതെങ്കിലും കട ഇനി എവിടെയാണെന്ന് അറിയണമെങ്കിൽ രാജേഷിനെ വിളിച്ച് വെച്ചാൽ മതി അല്ലേ? കടയും കാര്യങ്ങളും അടക്കം പറഞ്ഞു തരും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാം കേട്ടോ. എൻ്റെ പൊന്നു ഗൈസ്, ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ ഒരു സാധനം കിടക്കണം. കിടിലം സാധനം. ഇത് എന്തുട്ട സാധനം എന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ. ബെൻസിൻ്റെ ആണെന്നുള്ളത് മാത്രം അറിയാം. ഏതോ ബെൻസിൻ്റെ സ്പോർട്സ് കാറാണ്
V8 എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഇതിൽ ഒരു സംഭവം എഴുതിയിട്ടില്ല. ഏതാണ് സംഭവം എന്നുള്ളത് അറിയില്ല. പൂരി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മോ ആൾക്കാർ നിറച്ച് നിന്ന് ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്ന് കുറഞ്ഞ, അതിന് ശേഷം ഞാനൊന്ന് വീഡിയോ എടുക്കണം. നോക്കിയേ എന്തുട്ട സാധനം നോക്കിയേ. അയ്യോ അമ്മോ, ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഗൾഫിൽ ദുബായിൽ വരെ പോയിട്ട് ഈ ഒരു ബെൻസിൻ്റെ ഈ സെയിം സാധനം കണ്ടിട്ടില്ല കേട്ടോ. ഇത് അഡാറ് സാധനമായി, 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതും മറ്റെന്താ പറയുക, എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊണ്ടിട്ടോ. ബാക്കിൽ ഇങ്ങനത്തെ ഷേപ്പാണോ ഇത് ഇവിടെയാണോ വരിക അതൊന്നും അറിയില്ല. സംഭവം എന്തായാലും കിഡു സാധനമാണ്. കല്ലക്ക് ആദ്യമായിട്ട് കാണാം. PY3B0305 പേട സാധനമാണ്. അയ്യോ രാജേഷ് നടന്നാ ഗൈസ്. നമ്മുടെ വണ്ടി C2 നേരെ അവിടേക്ക് പോട്ടെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഭയങ്കര പുഴുക്കം.